ശ്രീയേശുനാമം അതിശയനാമം, ഏഴെനിക്കിമ്പനാമം. ശ്രീയേശുനാമം അതിശയനാമം, ഏഴെനിക്കിമ്പനാമം. നമുക്ക് ഒരുമിച്ച് ധ്യാനിക്കുവാൻ തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാമത് വാക്യം വായിച്ച് കേൾക്കാം. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം 8-ാമത് വചനം. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. ഒരു നിമിഷം കൂടെ നമുക്ക് ശിരസ്സുകളെ നോക്കാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥ പിതാവേ, ഈ പകൽക്കാലം ഞങ്ങൾ ഒരുമിച്ച് അങ്ങയുടെ സന്നിധിയിൽ അടുത്തു വരുന്നു. ഞങ്ങളോട് അങ്ങ് കൃത്യമായി സംസാരിക്കണം. ഈ ശബ്ദം കേൾക്കുന്ന സകലരുടെ മേലും കർത്താവിന്റെ അനുഗ്രഹത്തെ പകരണമേ. പരിശുദ്ധ കർത്താവിന്റെ കരത്തിലേക്ക് ഏൽപ്പിക്കുന്ന സ്തോത്രം. വിരോധങ്ങളേക്കാൾ ജോടുന്ന പൈതലാൻ ഞങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കും. ദൈവം അനുഗ്രഹിച്ച പൈതല് നൽകണം. ദൈവകൃപ കൊണ്ട് നിറയ്ക്കണമേ. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ വിശ്വസിച്ചവർ സകല സൽപ്രവൃത്തികളിലും ഉത്സാഹികളായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുമ്പോൾ ഞങ്ങൾ സൽപ്രവൃത്തികളിൽ ഉത്സാഹമുള്ളവരായി മാറുവാൻ ഇന്ന് പകൽക്കാലം ദൈവം സഹായിക്കുക. അങ്ങനെയോട് ഹൃദ്യമായി സംസാരിക്കുകയും ഇടപെടുകയും ചെയ്യും. യേശുവിന്റെ നാമത്തിൽ തന്നെ. ഹല്ലേലൂയ. ഒരു പ്രാവശ്യം കൂടെ വായിക്കാം. ഈ ദിവസത്തിന്റെ ലേഖനം 3-ാം അധ്യായം 8-ാം വാക്യം. ഈ വചനം വിശ്വാസയോഗ്യം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയണമെന്ന് ഞാൻ ഇച്ഛിക്കുന്നു. ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. ഈ പൗലോസ് ഉപദേശിക്കുന്ന വചനങ്ങളാണ്. അത് ഈ വചനം വിശ്വാസയോഗ്യം എന്ന് പറഞ്ഞിട്ടാണ്, വിശ്വസിക്കുവാൻ യോഗ്യമായ വചനം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ആരംഭിക്കുന്നത്. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ അവരെ ഉറപ്പിച്ച് പറയണം, ധൈര്യമായി പറയണം. ദൈവത്തെ അറിഞ്ഞവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹമുള്ളവരായിരിക്കണമെന്ന്. സൽപ്രവൃത്തികളിൽ ഉത്സാഹം കുറയുമ്പോൾ അവർ ദുഷ്പ്രവൃത്തികളിലേക്ക് മാറും. എവിടെ സൽപ്രവൃത്തി വെളിപ്പെടുന്നില്ലയോ അവിടെ ദുഷ്പ്രവൃത്തികൾ ആരംഭിക്കും. ലോകം മുഴുവനും ദുഷ്പ്രവൃത്തിയുടെ വിളനിലമായി മാറിയിരിക്കുന്നു. മനുഷ്യന് ദൈവത്തെ ഭയമോ മനുഷ്യന് ശങ്കയോ ഇല്ല. എന്തും ചെയ്യുവാൻ, ഏത് അതിക്രമവും ചെയ്യുവാൻ മനുഷ്യൻ ധൈര്യം കാണിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങൾക്ക് നമ്മൾ ചിന്തിച്ചതാണ്. ഓരോ ദിവസവും മനുഷ്യൻ ചെയ്യുന്ന അതിക്രമത്തിന് തക്ക ശിക്ഷ ലഭിക്കാത്തത് കൊണ്ട് പിന്നെയും മനുഷ്യൻ അതിക്രമം ചെയ്യുവാൻ. ദൈവത്തെ അറിഞ്ഞിരിക്കുന്ന ഒരു ദൈവ പൈതൽ അതെ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായി മാറണം, ഉത്സാഹികളായി. ദൈവത്തെ ഇടപെടാതെ സ്തുതിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ദൈവ പൈതലിന് ആരെ കുറിച്ച് ദോഷം പറയാൻ കഴിയില്ല. അവന്റെ ആധാരം അതിന് ചലിക്കയില്ല. നമ്മൾ വായും കൂട്ടി വെറുതെ ഇരിക്കുമ്പോഴാണ് ആകാത്തതൊക്കെ ചിന്തിക്കുക. ദൈവത്തെ ആരാധിക്കുന്ന, ദൈവത്തെ അറിഞ്ഞ ദൈവമക്കൾ തികച്ചും വ്യത്യസ്തരായിരിക്കണം. ലോക മനുഷ്യരും നമ്മളും തമ്മിൽ എല്ലാ നിലയിലും വ്യത്യസ്തത പാലിക്കുവാൻ നമ്മൾ തയ്യാറാകണം. അവിടെയാണ് മറ്റുള്ളവർ ഈ യേശുവിലേക്ക് വരുവാൻ ഇടയായി തീരുന്നത്.
അതിന്റെ 6-ാം വാക്യം മുതൽ വായിക്കാം. നാം അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. അവിടെ പറയും നമ്മുടെ യോഗ്യത കൊണ്ടല്ല, പിന്നെയോ ദൈവത്തിന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് നിത്യജീവന്റെ അവകാശികളായി തീരുവാൻ ഒന്ന് നാം വീണ്ടും ജനനം പ്രാപിച്ചത് കൊണ്ട്, പുനർജനന സ്നാനം നാം സ്വീകരിച്ചത് കൊണ്ട്, നമ്മുടെ രക്ഷിതാവായ യേശുക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. പുനർജനന സ്നാനം സ്വീകരിച്ച ഒരു ദൈവ പൈതൽ പരിശുദ്ധാത്മാവിന്റെ നവീകരണം പ്രാപിച്ച, നവീകരണം എന്നൊക്കെ പറയുമ്പോൾ അത് മറ്റേതോ സഭാവിഭാഗങ്ങൾക്കുള്ളതല്ല, വേദപുസ്തകത്തിലെ വാക്കാണത്. പരിശുദ്ധാത്മാവ് ഒരു വ്യക്തിയിൽ വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ പ്രകടമായ മാറ്റങ്ങൾ വരും. അതാണ് നവീകരണം. ഇന്ന് കർത്താവ് ഈ ലോകത്തിലായിരുന്നപ്പോൾ പഠിപ്പിച്ചു, ഒരു വൃക്ഷത്തെ അതിന്റെ ഫലം കൊണ്ട് തിരിച്ചറിയാവുന്നത് പോലെ നമ്മുടെ അകത്ത് വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവാണെങ്കിൽ പരിശുദ്ധാത്മാവിന്റെ ഫലം പുറത്തു വരും. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുന്നതിന് മുമ്പ് ജഡത്തിന്റെ ഫലം പുറത്തു വന്ന സ്ഥാനത്ത് ജഡത്തിന്റെ ഫലം അത് നിഷ്ഫലമാകുകയും അത് നിർവീര്യമായി തീരുകയും ആത്മാവിന്റെ ഫലം പുറത്തു വരികയും ചെയ്യുമ്പോഴാണ് പരിശുദ്ധാത്മാവിന്റെ നവീകരണം നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. യേശുവിനെ അറിയുന്നതിന് മുമ്പ്, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിക്കുന്നതിന് മുമ്പ് കള്ളം പറയുന്ന സ്വഭാവം ഉണ്ടായിരുന്നുവെങ്കിൽ, മോഷ്ടിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ, മറ്റുള്ളവരെ അത് ഉപദ്രവിക്കുന്ന സ്വഭാവമുണ്ടെങ്കിൽ, ആ വ്യക്തിയിൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് കടന്നു വരുമ്പോൾ അവന്റെ ജീവിതത്തിൽ സമൂലമായ പരിവർത്തനം വരും. അതാണ് നവീകരണം. പഴയ മനുഷ്യന്റെ പ്രവൃത്തികളെ മരിപ്പിച്ച, അത് ചിലതിനെ ഉരിഞ്ഞു കളഞ്ഞ് ചിലതിനെ എറിഞ്ഞു കളഞ്ഞ് അത് ക്രിസ്തുവിനോടുകൂടെ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേൽക്കുന്ന പുനർജനന സ്നാനം കൊണ്ട് ഒരു വ്യക്തിയെ ദൈവത്തോട് അടുപ്പിക്കുകയത്രേ ചെയ്യുന്നത്. ദൈവത്തോട് അടുപ്പിച്ച ദൈവത്തിന്റെ വഴികൾ നടക്കുവാൻ ദൈവം നമ്മെ കുറിച്ച് ആഗ്രഹിക്കുമ്പോൾ പിന്നെയും പഴയ മനുഷ്യന്റെ പ്രവൃത്തി നമ്മുടെ അകത്ത് വെളിപ്പെടരുത്. വേദപുസ്തകത്തിൽ പല അനുഭവങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ശൗൽ സുവിശേഷ വിരോധിയായിരുന്നവനാണ്. ദൈവത്തിന്റെ ആത്മാവിനെ സന്ദർശിച്ചു കഴിഞ്ഞപ്പോൾ അവൻ ഒരു സുവിശേഷകനായി മാറി. അതാണ് പരിശുദ്ധാത്മാവിന്റെ നവീകരണം. 2 കൊരിന്ത്യർ 5:17 പറയുന്നു, ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയാകുന്നു, പഴയത് മുഴുവനും കഴിഞ്ഞുപോയി, സകലത്തെയും പുതുതാക്കുന്നതാണ് ആത്മാവിന്റെ ശക്തി. നമ്മുടെ ക്വാളിറ്റി കൊണ്ടല്ല, പിന്നെയോ അതെ നാം കൃപയാൽ, ദൈവത്തിന്റെ കൃപയാൽ നമ്മെ നീതീകരിച്ചു. നീതിമാനായ യേശുവിന്റെ മകനാക്കി, മകളാക്കി നമ്മെ മാറ്റി. ആ കർത്താവിന്റെ മകനെന്നുള്ള പദവിക്ക് എന്താ നമുക്ക് യോഗ്യത? മക്കളെങ്കിൽ അവകാശികളാക്കി മാറ്റി. ദൈവരാജ്യത്തിന്റെ ഓഹരിക്കാരായി നമ്മെ ദൈവം മാറ്റി. അതാണ് പുതിയ സൃഷ്ടി. പഴയതുമായിട്ട് പിന്നെ ഒരു ബന്ധവുമില്ല. സകലതും പുതുതാക്കുന്ന ആ പരിശുദ്ധാത്മാവിന്റെ നവീകരണം ഓരോ ദിവസവും നമ്മുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കണം. ഏതുവരെ? ഈ ലോകത്തിന്റെ അവസാന നിമിഷം വരെ. പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തിന് സ്റ്റോപ്പില്ല. മാനസാന്തരപ്പെട്ട, രക്ഷിക്കപ്പെട്ടിരുന്നത് ഒരു സ്ഥലത്ത് ഒരു ദിവസമാണെങ്കിൽ മാനസാന്തരം അവന്റെ ജീവിതത്തിൽ നടന്നുകൊണ്ടേയിരിക്കണം. ഏതുവരെ ആ പഴയതിലേക്ക് തിരിയുന്നില്ലയോ അതുവരെയും പരിശുദ്ധാത്മാവ് നമ്മെ ഉദ്യമിപ്പിച്ചുകൊണ്ടേയിരിക്കും. തെറ്റാണ് നമ്മെ ഓർപ്പിക്കും. യേശു പറഞ്ഞത്,
ഞാൻ പോയാൽ കാര്യസ്ഥനായ പരിശുദ്ധാത്മാവിനെ നിങ്ങളുടെ മേൽ അയക്കും. അവൻ വന്ന് പാപത്തെ കുറിച്ചും നീതിയെ കുറിച്ചും ന്യായവിധിയെ കുറിച്ചും നിങ്ങൾക്ക് ബോധം വരുത്തും. എന്നിൽ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എനിക്ക് ബോധം തന്നുകൊണ്ടിരിക്കും. ഈ വഴി തെറ്റാണ്, ഈ വഴി ശരിയല്ല എന്ന്. നേരായ പാതയിൽ നമ്മെ നടത്തുന്ന അതേ കർത്താവ്. യെശയ്യാവ് 30:21 പറയുന്നു, നീ ഇടത്തോട്ടോ വലത്തോട്ടോ തിരിയുമ്പോൾ അതേ പുറകിൽ നിന്നൊരു ശബ്ദം കേൾക്കും, മകനെ വഴി ഇതാകുന്ന ഇതിലെ നടന്നുകൊള്ളുക. അങ്ങനെ വഴി നടത്തുന്ന ഒരു പരിശുദ്ധാത്മാവിന് നമ്മൾ വിധേയപ്പെട്ട് കഴിഞ്ഞാൽ ഉലകത്തിൽ ആരെയും നമ്മൾ ഭയപ്പെടേണ്ട കാര്യമില്ല. ദൈവത്തിന്റെ ആത്മാവിന്റെ നിയോഗത്തിനായി നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്താൽ വചനത്തിന്റെ ട്രാക്കിലേക്ക് നമ്മൾ പോയാൽ പിന്നെ പ്രശംസിക്കാനോ പുകഴുവാനോ ഒന്നുമില്ല. ഹല്ലേലൂയ. നമുക്ക് എന്തെങ്കിലും പറയുവാനുണ്ടോ? എന്തെങ്കിലും പുകഴുവാനുണ്ടോ? ഇല്ല. ദൈവത്തിന്റെ കൃപ കൊണ്ടുവന്നുകൊണ്ട് മാത്രം നാം നിൽക്കുന്നു എന്ന് ചിന്തിക്കുകയാണ്. അവിടെയാണ് മറ്റുള്ളവരെ തങ്ങളെക്കാൾ ശ്രേഷ്ഠനെന്ന് എണ്ണുവാൻ നമുക്ക് കഴിയുന്നത്. ആരും ആരെക്കാളും കുറഞ്ഞവരല്ല. എല്ലാവരെയും കർത്താവ് തന്റെ മക്കളായി അംഗീകരിച്ചു കഴിഞ്ഞു. പക്ഷെ നമ്മളായിട്ട് നമ്മുടെ തലയും കർത്താവിന്റെ കൃപയിൽ വലിച്ചുകൊണ്ട് പോകരുത്. നമ്മൾ പലപ്പോഴും ഞാൻ കർത്താവിന്റെ പൈതലാണെന്ന് പറഞ്ഞിട്ട് ചില ആളുകളൊക്കെ ചില യോഗങ്ങളിൽ വന്ന് ഞാൻ ഇവിടെ വന്നിട്ടുണ്ടെന്ന് തല കാണിക്കും. ആശീർവാദം പറയുമ്പോൾ കാണൂല ആളുകൾ. ഞാൻ വന്നിട്ടുണ്ടെന്ന്. അത് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ വിശ്വസ്തയോടെ ഇതെന്റെ ഉത്തരവാദിത്വമാണ് ദൈവത്തെ ആരാധിക്കേണ്ടുന്നത്. ആ ഒരു ഉത്തരവാദിത്വ ബോധം നമ്മുടെ ജീവിതത്തിൽ വരുമ്പോഴാണ് ആരും നമ്മെ നിർബന്ധിക്കേണ്ട കാര്യമില്ല. നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ നിർബന്ധിച്ച് കർത്താവിന്റെ ആലയത്തിലേക്ക് പറഞ്ഞയക്കാറുണ്ടെന്ന് അവർക്ക് സ്വന്തമായി ആ ഒരു ബോധം വരുമ്പോൾ അവർ തനിയെ പോയിക്കൊള്ളും. ദൈവത്തെ ആരാധിക്കാൻ കടന്നു വരുന്നത് അവർക്ക് സന്തോഷകരമായി തീരുമ്പോഴാണ്. ആരും നിർബന്ധിക്കാതെ അവർ തന്നെ അതിനു വേണ്ടി ശ്രമിക്കുന്നത്. ഇന്ന് പകൽക്കാലം ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹികളായിരിക്കണമെന്ന് അതെ ദൈവം നമ്മെ കുറിച്ച് 1 തിമോഥെയോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 15-ാമത് വാക്യം വായിക്കുമ്പോൾ 1 തിമോഥെയോസ് 1-ാം അധ്യായം 15-ാം വാക്യം, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് വിശ്വാസ്യവും എല്ലാവരും അംഗീകരിപ്പാൻ യോഗ്യവുമായ വചനം തന്നെ. ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ലോകത്തിൽ വന്നു എന്നുള്ളത് സകല മനുഷ്യരും അംഗീകരിച്ച വചനമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചു, യേശു ക്രിസ്തു ജഡത്തിൽ അവതരിച്ചു എന്ന് വിശ്വസിക്കാത്തവർ ആരും ദൈവമക്കളല്ല. യേശു എന്റെ പാപങ്ങൾക്ക് വേണ്ടി മരിക്കുവാൻ സ്വർഗത്തിന്റെ മഹിമ വെടിഞ്ഞ് ഭൂമിയിലേക്ക് ഇറങ്ങി വന്നു. എന്റെ പാപങ്ങളെ വഹിച്ചുകൊണ്ട് ഞാൻ എന്റെ യേശുവിനെ അറിയാതിരിക്കെ എന്റെ പാപങ്ങൾക്ക് വേണ്ടി കാൽവരിയിൽ തന്റെ പ്രാണനെ ഏൽപ്പിച്ചു കൊടുക്കുവാനാണ് യേശു ലോകത്തിലേക്ക് ഇറങ്ങി വന്നത്. അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ദൈവപൈതൽ. എന്റെ പാപങ്ങൾക്ക് വേണ്ടി മറ്റൊരാൾ മരിച്ചത് കൊണ്ട് ഞാൻ ഇനി പാപിയല്ല, പിന്നെയോ വിശുദ്ധനായി ജീവിക്കുവാൻ, വിശുദ്ധിയോടെ ജീവിക്കുവാൻ വിളിക്കപ്പെട്ടവരാണ്. അതാണ് ദൈവം നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അടുത്ത വാക്യം കൂടെ വായിക്കാം. ആ പാപികളിൽ ഞാൻ ഒന്നാണ്. ആ പൗലോസ് പറയുന്നു, ക്രിസ്തുയേശു പാപികളെ രക്ഷിപ്പാൻ ഭൂമിയിൽ ജനനം ചെയ്തു. ആ പാപികളിൽ ഞാൻ ഒന്നാമതെന്ന് അദ്ദേഹം പറയുക. നമുക്ക് പാപമില്ല എന്ന് പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു. സത്യം നമ്മിൽ ഇല്ലാതെ പോയി.
നമ്മൾ ഏറ്റുപറഞ്ഞ് അനുദവിച്ച് ഉപേക്ഷിക്കുന്നുവെങ്കിൽ ദൈവത്തിന് നമ്മോട് കാരണം തോന്നും. ഇന്ന് പാപം ചെയ്ത് ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചിട്ട് നാളെ പിന്നെയും അതേ പാപം ചെയ്യുവാനല്ല ദൈവം പഠിപ്പിക്കുന്നത്. പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. ഏത് പാപം ചെയ്താലും ഒരു കാളക്കിടാവിനെയോ ആട്ടുകൊറ്റാനെയോ യാഗം കഴിച്ചു കഴിയുമ്പോൾ അവന്റെ പാപം ക്ഷമിച്ചു കിട്ടുമായിരുന്നു. പിറ്റേ ദിവസം മുതൽ അവൻ പിന്നെയും പാപം ചെയ്തു തുടങ്ങും. എത്ര വലിയ പാപം ചെയ്താലും ഒരു കാളക്കുട്ടിയെ കൊണ്ടുചെന്നാൽ മോചനം ലഭിക്കുമെന്ന് മനുഷ്യൻ വിശ്വസിച്ചു. അതുകൊണ്ട് കാളകളുടെയും ആട്ടുകൊറ്റന്മാരുടെയും രക്തത്താൽ വിടുതൽ ലഭിക്കുന്നില്ല എന്ന് കണ്ടിട്ട് ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു ഈ ലോകത്ത് നമുക്ക് വേണ്ടി യാഗമായി തീരുവാൻ ഇറങ്ങി വന്നു. മാനവരാശിയുടെ പാപത്തിന്റെ പരിഹാരത്തിനായിട്ട്. അതുകൊണ്ട് അവിടുത്തെ അണിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം നേടിത്തന്നു. രക്ഷിക്കപ്പെട്ടത് ദൈവപൈതൽ സൗഖ്യം പ്രാപിക്കുന്നത് യേശുക്രിസ്തു കാൽവരി ചൊരിയപ്പെട്ട രക്തത്താലാണ്. ആ രക്തത്തിന്റെ ഓഹരിക്കാരായി തീർന്ന ഒരു ദൈവപൈതലിനാണ് സൗഖ്യത്തിന്റെ ഉടമസ്ഥാവകാശമുള്ളത്. അതുകൊണ്ട് ഏതു സമയത്തും ഈ മഹാപുരോഹിതനായ കർത്താവിന്റെ അടുക്കലേക്ക് നമുക്ക് ശ്രേഷ്ഠമായ ഒരു മഹാപുരോഹിതനുണ്ട്. ആകാശത്തിലൂടെ കടന്നുപോയ തന്റെ ദേഹമെന്ന തിരശ്ശീലയെ കീറി നമ്മെ ദൈവത്തോട് അടുപ്പിച്ച ആ ശ്രേഷ്ഠ മഹാപുരോഹിതന്റെ അടുക്കലേക്ക് ഏതു സമയത്തും നമുക്ക് കടന്നില്ല. അതാണ് ദൈവവേദന്റെ പ്രാഗൽഭ്യം. അതുകൊണ്ട് നമ്മൾ നിരാശപ്പെട്ട് എന്ന കൂട്ടത്തിലല്ല. നാം ദൈവത്തിന്റെ മക്കളാണെങ്കിൽ നമുക്ക് ഉത്സാഹികളായിരിക്കണം. എല്ലാ കാര്യങ്ങളിലും ഉത്സാഹികളായി തീരണം. അവിടെയാണ് നമ്മുടെ ജീവിതത്തിൽ വിശ്വസ്തരാണോ എന്ന് കാണുന്നത്. നമ്മുടെ ദൈവം അത്ഭുതങ്ങളുടെ ദൈവമാണ്. ദൈവത്തിന്റെ പ്രവൃത്തിക്ക് മാറ്റമില്ല. ദൈവം നമ്മളാണ് അത് മാറുന്നത്, ദൈവം മാറുന്നില്ല. തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 14-ാമത് വാക്യം വായിക്കാം. നമുക്കുള്ളവരും ഫലമില്ലാത്തവർ ആകാതെ അത്യാവശ്യ സംഗതികളിൽ സൽപ്രവൃത്തികൾക്ക് മുമ്പരായിരിക്കാൻ പഠിക്കട്ടെ. സൽപ്രവൃത്തികളിൽ മുമ്പരായിരിക്കുവാൻ പഠിക്കട്ടെ. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, നമുക്ക് ചെയ്യാൻ കഴിയാത്തത് മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിച്ച് അവരെ കൊണ്ട് ചെയ്യിക്കുക. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളെ, ഈ നാടുകളിൽ ദൈവം എത്ര അതിശയകരമായി നടത്തും. നമ്മളൊരു നല്ല കാര്യം ചെയ്യുമ്പോൾ അതിന് താല്പര്യമുള്ളവരെ കൂടെ കൂട്ടി അത് ചെയ്യാൻ തയ്യാറാകുമ്പോൾ അർഹിക്കുന്ന വ്യക്തി അനുഗ്രഹിക്കപ്പെടുവാനായിട്ടിടയായി. അതാണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. ഈ ദിവസത്തിന്റെ 2-ാം അധ്യായം 14-ാം വാക്യം കൂടെ അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്ന് വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരും സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെത്താൻ നമുക്ക് വേണ്ടി കൊടുത്തു. യേശു കർത്താവ് തന്നെത്താൻ നമുക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുക്കുന്നത് തന്റെ ജനം സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ള ദൈവത്തിന്റെ സ്വന്തം ജനമായി തീരുവാൻ. കർത്താവ് അവസാന നിമിഷം വരെ ശുഷ്കാന്തിയുള്ളവനായിരുന്നു. തന്റെ മക്കൾ അതുപോലെ ആയിരിക്കണം ദൈവം ആഗ്രഹിക്കുന്നു. നമ്മുടെ ശരീരം പലപ്പോഴും പറയും എനിക്ക് കഴിയുകയില്ലെന്ന്. അകത്തെ മനുഷ്യൻ ശക്തിയോടെ ബലപ്പെടുമ്പോൾ ശരീരം വിഷയമല്ല. ഈ മൺകൂടാരം പൊളിഞ്ഞു പോകേണ്ടുന്നതാണ്. ഈ പൊളിഞ്ഞു പോകേണ്ടുന്ന മൺകൂടാരത്തെ സംരക്ഷിക്കുവാനാണ് മനുഷ്യൻ ബന്ധപ്പെടുന്നത്. എത്ര കാര്യങ്ങളാണ് ഈ മൺകൂടാരം പൊളിഞ്ഞു പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുന്നത്. ഇടയ്ക്കൊരു സഹോദരൻ പറഞ്ഞത്, വിവാഹം കഴിച്ചുകൊണ്ട് വന്നാൽ എവിടെയെങ്കിലും പോകണമെങ്കിൽ എന്റെ ഭാര്യയോട് 1/2 മണിക്കൂർ മുമ്പെങ്കിലും സമയം പറയണം. എന്താ കാര്യം? മേക്കപ്പ് റൂമിൽ 1/2 മണിക്കൂറും കഴിയാതെ വെളിയിറങ്ങാറില്ല. ദൈവസന്നിധി പ്രാർത്ഥിക്കും. ഇതുപോലെ ശുഷ്കാന്തിയുണ്ടോ? മേക്കപ്പ് ചെയ്യേണ്ടതല്ല, നല്ല വൃത്തിയായിട്ട് നടക്കുന്നത് നല്ലത് തന്നെ. പക്ഷേ ദൈവസന്നിധി എത്രമാത്രം ശുഷ്കാന്തിയുണ്ട്? ദൈവത്തെ ആരാധിക്കുക എത്രമാത്രം ശുഷ്കാന്തിയുണ്ട്? ലോകത്തിന്റെ കാര്യങ്ങൾക്ക് വേണ്ടി
സ്വന്തം കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ കാണിക്കുന്ന ശുഷ്കാന്തി ദൈവിക കാര്യങ്ങളിലുണ്ടോ? അതാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. നാം നമ്മോട് തന്നെ ചോദിക്കണം. ഒന്ന്, അത് സൽപ്രവൃത്തികൾ ഉത്സാഹികളായി തീരുവാൻ. 3:6 നമ്മൾ ചിന്തിച്ചത് പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും നിത്യ. വായിക്കാം. നാമവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശപ്രകാരം നിത്യജീവന്റെ അവകാശമായി തീരേണ്ടതിന്. അവിടെ 2 കാര്യങ്ങളാണ് അവിടെ ഓർമ്മിച്ചു പറയുന്നത്. ദൈവത്തിന്റെ കൃപയാലുള്ള നീതീകരണവും നിത്യജീവന്റെ അവകാശിയായി തീർന്നു. ആരാണ് ദൈവമക്കൾ? അത് നീതീകരണം ലഭിച്ചവർ, നിത്യജീവന്റെ അവകാശിയായി തീർന്നവർ. എങ്ങനെ അത് സാധിക്കും? അതിനാണ് അടുത്ത് പറയുന്നത് പുനർജനന സ്നാനം കൊണ്ട്. വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾക്ക് മാത്രമേ, വീണ്ടും ജന്മം പ്രാപിച്ച ദൈവമക്കൾക്ക് മാത്രമേ കർത്താവിൽ വിശ്വസ്തയോടെ ജീവിപ്പാൻ കഴിയുള്ളൂ, ശുഷ്കാന്തിയോടെ ജീവിപ്പാൻ കഴിയുകയുള്ളൂ. നിങ്ങളെല്ലാം എന്നെ ശ്രദ്ധിച്ചിരിക്കുക. നിങ്ങൾ ആരോട് പ്രസംഗിക്കട്ടെ? എന്നെ നോക്കി നമ്മെ അനുഗ്രഹിക്കട്ടെ. തീത്തോസിന്റെ ലേഖനം 2:11 കൂടെ വായിക്കാം. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അതാണ് നമ്മുടെ പ്രത്യാശ. സൽപ്രവൃത്തികൾ നമ്മൾ ഉത്സാഹങ്ങളാക്കുന്നത് സകല മനുഷ്യനെയും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. പകൽ അന്തിയോളം ആടുകളെ മേച്ച് കാട്ടിൽ ഉഴന്നു നടന്ന ആട്ടിടയന്മാർ രാത്രിയിൽ ഉറങ്ങിക്കിടക്കുമ്പോൾ കർത്താവിന്റെ ദൂതൻ അവരുടെ അടുക്കൽ വന്നു പറഞ്ഞു, അതെ, സകല മനുഷ്യരുള്ള സന്തോഷം ഞാൻ നിങ്ങളോട് അറിയിക്കുന്നു. കർത്താവായ ക്രിസ്തു എന്ന രക്ഷിതാവ് ഇന്ന് നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. ആട്ടിടയന്മാർ അടങ്ങിയിരുന്നില്ല. അവർ ദേശം മുഴുവനും അവരെ അന്വേഷിക്കുവാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ഇടയായി തീർന്നു. നമ്മുടെ അകത്ത് ആ ശുഷ്കാന്തിയുടെ ഒരു വിത്ത് വീണാൽ, ദൈവകൃപയുടെ ഒരു സന്ദർശനം ഉണ്ടായാൽ നമുക്ക് അടങ്ങിയിരിക്കാനായിട്ട് കഴിയുകയില്ല. ആവോളം കർത്താവിന് വേണ്ടി ഓടുവാനും അധ്വാനിപ്പാനും അകത്തുനിന്നൊരു ബന്ധപ്പാട്. ഇന്ന് പകൽക്കാലം ആ ഒരു ശുഷ്കാന്തി നമ്മുടെ അകത്തുനിന്ന് പുറത്തു വരുന്നുവെങ്കിൽ ആർക്കും നിങ്ങളെ പുറകിലോട്ട് മാറ്റി നിർത്താൻ കഴിയുകയില്ല. ഇന്നലകളിൽ നിങ്ങളെ പുറകോട്ട് മാറ്റി നിർത്തിയവർ ലക്ഷിക്കത്തക്കവണ്ണം ദൈവം നിങ്ങളെ പ്രയോജനപ്പെടുത്തുവാൻ ഇടയായിത്തീരോ. ആത്മാവിന്റെ ശുഷ്കാന്തി നഷ്ടപ്പെട്ടു പോകരുത്. ആത്മാവിൽ തീഷ്ണതയോടെ അകത്തെ മനുഷ്യനെ ശക്തിപ്പെടുത്തുവാൻ തക്കവണ്ണം ദൈവത്തിന്റെ കൃപ നമ്മുടെ മേൽ പകരപ്പെടും. ഹല്ലേലൂയ. കർത്താവിന്റെ വചനം പറയുന്നു, സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. ഏത് മനുഷ്യനെയും പ്രകാശിപ്പിക്കുന്ന സത്യവെളിച്ചമാണ് യേശു. യേശുവിലേക്ക് ഒരു വ്യക്തി വന്നാൽ അവന്റെ ജീവിതത്തിന് ഇരുട്ടിന് സ്ഥാനമില്ല. ഇരുട്ട് വെളിച്ചം വരുമ്പോൾ ഇരുൾ തനിയെ മാറുന്നത് പോലെ ഒരുവൻ ക്രിസ്തു യേശുവിലേക്ക് വരുമ്പോൾ ആ ദൈവിക വെളിച്ചത്തിന്റെ കൂട്ടാളിയായി അവൻ മാറുമ്പോൾ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അതാണ് നമ്മുടെ പ്രത്യാശ. എന്നെ മാത്രമല്ല, ഇതിനു വേണ്ടി ആഗ്രഹിക്കുന്ന സകലരെയും ഈ വെളിച്ചത്തിലേക്ക് നയിക്കുവാൻ. റോമാലേഖനം 3:24 വാക്യം വായിക്കുമ്പോൾ, റോമാലേഖനം 3:24 വാക്യം, അവന്റെ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം, ദൈവ കൃപയാൽ ക്രിസ്തുയേശുവിലെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായത്രേ നീതീകരിക്കപ്പെടുന്നത്. ദൈവത്തെ ശുഷ്കാന്തിയോടെ ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ ഒരു നീതീകരണം ആവശ്യമാണ്. ആ നീതീകരണം ഇവിടെ പറയുന്നത്
അതെ, ദൈവത്തിന്റെ കൃപയാൽ ക്രിസ്തു യേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായിട്ടത്രേ നീതീകരണം പ്രാപിക്കും. നമ്മൾ ഒരു വിലയും കൊടുത്തിട്ടല്ല കർത്താവ് നമ്മെ നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവകാശം തന്നത്, ദൈവരാജ്യത്തിൽ പങ്കാളിത്തം തന്നത്. നമ്മുടെ പേര് സ്വർഗത്തിൽ എഴുതപ്പെടുവാൻ നമ്മൾ എന്ത് വിലയാ കൊടുത്തത്? ഈ ലോകത്തിൽ അധർമ്മികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെട്ടവരായി നമ്മളെല്ലാവരും ലോകത്തിന്റെ പാപങ്ങളുടെ അടിമകളായിരുന്നു. ഒരു ദിവസം ഈ ലോകത്തിൻ്റെതായ പാപത്തിന്റെ ഇമ്പങ്ങൾ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ അതിനോട് ടാറ്റ പറഞ്ഞിട്ട് യേശുവിന്റെ മകനായി മകളായി തീരുവാൻ നമ്മെ സമർപ്പിക്കപ്പെട്ടതിന്റെ പരസ്യ അടയാളമാണ് പുനർജനന സ്നാനം. സ്നാനപ്പെട്ടു കഴിഞ്ഞ ഒരു ദൈവ പൈതൽ തെറ്റിപ്പോയാൽ സ്വർഗത്തിലെ ദൈവത്തിന്റെ ഹൃദയത്തിന് വേദനയാണ്. അതുകൊണ്ട് നമ്മൾ ഒരിക്കലും തെറ്റിപ്പോകരുത്. ദൈവത്തിന്റെ വചനം വിട്ട് നമ്മൾ മാറിപ്പോകരുത്. രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ഒരു ദൈവ പൈതൽ ദൈവവചനത്തിന് വിരുദ്ധമായി ജീവിച്ചാൽ കർത്താവിന്റെ ഹൃദയത്തെ കുത്തി മുറിവേൽപ്പിക്കുന്നവരാ നമ്മൾ. പലപ്പോഴും ഒരു പടയാളി ക്രൂശിൽ കിടക്കുന്ന യേശുവിന്റെ വീലാപ്പുറത്ത് കുത്തിയ മനുഷ്യനെ ഭാവി എന്ന് നമ്മൾ നോക്കാറുണ്ട്. നമ്മുടെ ഈ ലോക ജീവിതത്തിൽ എത്രയോ പ്രാവശ്യം കർത്താവിനെ ക്രൂശിക്കത്തക്കവണ്ണം നമ്മുടെ വാക്കുകൾ വന്നിട്ടുണ്ട്. ആ പടയാളി അക്ഷരാർത്ഥത്തിൽ കുന്തം കൊണ്ടല്ലേ കുത്തിയുള്ളൂ. യേശു മരിച്ച ശേഷം ഇന്ന് ജീവിച്ചിരിക്കുന്ന യേശുവിനെ വേദനിപ്പിക്കുന്നവരാണോ നമ്മൾ? രക്ഷിക്കപ്പെട്ട സ്നാനപ്പെട്ട ദൈവ പൈതൽ ഒരിക്കലും ദൈവവചനം വിട്ടുപോകരുത്. കർത്താവിന്റെ വചനത്തിന് വിരുദ്ധമായി നമ്മുടെ ജീവിതത്തിൽ വേണ്ട. അത് നമ്മൾ ഓരോ ദിവസവും കർത്താവിനെ വേദനിപ്പിക്കുന്നവരാണ്. ഒരപ്പന്റെ മുഖത്ത് നോക്കി ഒരു മകൻ വേദനിപ്പിക്കുന്ന വാക്ക് പറഞ്ഞാൽ അപ്പന് മകനോട് സന്തോഷമായിരിക്കുമോ? അപ്പൻ ഒരു കാര്യം പറഞ്ഞാൽ അത് ചെയ്തില്ലെങ്കിൽ ആ മകനെ കുറിച്ച് അപ്പന് സന്തോഷമായിരിക്കുമോ? അങ്ങനെയാണെങ്കിൽ ദൈവം പറയുന്ന കാര്യങ്ങൾ അനുസരിച്ചില്ലെങ്കിൽ, ദൈവവചനത്തിന് വിരുദ്ധമായി നമ്മൾ പ്രവർത്തിച്ചാൽ എന്റെ സ്വർഗത്തിലെ അപ്പൻ ഒരിക്കലും സന്തോഷിക്കുകയില്ല. കർത്താവിനെ ഇനിയും നമ്മൾ ക്രൂശിക്കുന്നവരായിട്ടല്ല, ഇനിയും വേദനിപ്പിക്കുന്നവരായിട്ടല്ല. എന്റെ വാക്കുകൂടി ഞാൻ ഒരിക്കലും കർത്താവിനെ വേദനിപ്പിക്കുകയില്ല എന്ന് നമ്മൾ തീരുമാനമെടുക്കണം. ഇയ്യോബിന്റെ പുസ്തകം 13-ാം അധ്യായം 15-ാം വാക്യം വായിക്കുമ്പോൾ ഭക്തനായ ഇയ്യോബ് പറയുന്ന ഒരു സാക്ഷ്യമുണ്ട്, വായിക്കാം. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. അവൻ എന്നെ കൊന്നാലും ഞാൻ അവനെ തന്നെ കാത്തിരിക്കും. ഞാൻ എന്റെ നടപ്പ് അവന്റെ മുമ്പാകെ തെളിയിക്കും. ഇയ്യോബിന് പറയുവാൻ ഒരു സാക്ഷ്യമുണ്ട്, എന്റെ നടപ്പ് ഞാൻ ദൈവത്തിന്റെ മുമ്പാകെ തെളിയിക്കും. ഞാൻ കഷ്ടത്തിലായിപ്പോ എന്റെ സ്നേഹിതന്മാർ എന്നെ വേദനിപ്പിക്കുന്ന വാക്കുകൾ പറഞ്ഞു. 3 സ്നേഹിതന്മാർ വന്ന് ഇയ്യോബിനെ സംസാരിക്കും. ഇയ്യോബ് പറഞ്ഞിരിക്കുന്ന സാക്ഷ്യം അവർ വ്യസനിപ്പിക്കുന്ന ആശ്വാസകന്മാരെന്നാണ്. ഒരു പാസ്റ്റർക്ക് ഒരു കഷ്ടം വരുമ്പോൾ ഹിന്ദുക്കളൊക്കെ അയ്യോ പാവം എന്ന് പറയുമ്പോൾ ക്രിസ്ത്യാനികളാണ് അദ്ദേഹത്തിന്റെ നിഗളം കൊണ്ടാണ് സംഭവിച്ചതെന്നോ കുറ്റപ്പെടുത്താൻ നിൽക്കുന്നവര് ദൈവത്തെ അറിയാത്തവരല്ല. ഇന്ന് പകല് നാം ദൈവത്തെ അറിഞ്ഞുവെങ്കിൽ ശുഷ്കാന്തിയിൽ അതേ സ്തോത്രം സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായി നമ്മൾ മാറണം. നന്മ ചെയ്യാൻ കഴിഞ്ഞില്ലെങ്കിലും തിന്മ ചെയ്യാതിരിക്കാൻ നോക്കണം. നന്മ ചെയ്യാൻ അവസരമുള്ളപ്പോൾ അത് ചെയ്യണം. അല്ലാതെ മറ്റുള്ളവരെ നമ്മൾ കുറ്റം പറഞ്ഞ് നടക്കുന്നവരായി മാറരുത്. ക്രിസ്തുയേശുവിന്റെ വീണ്ടെടുപ്പ് മൂലം സൗജന്യമായ അത്രേ നീതീകരണം പ്രാപിച്ചത്. റോമലേഖനം 8-ാം അധ്യായം 17-ാമത് വാക്യം. മക്കളെങ്കിലോ അവകാശികളുമാകുന്നു, ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. ദൈവത്തിന്റെ അവകാശികളും
ക്രിസ്തുവിന് കൂട്ടവകാശികളും തന്നെ. അവിടെ ഉറപ്പിച്ചു പറയുകയാണ്, യേശു ക്രിസ്തു മുഖാന്തരം വീണ്ടെടുക്കപ്പെട്ട സൗജന്യമായി നീതീകരിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ ക്രിസ്തു യേശുവിന്റെ കൂട്ടവകാശികളാണ്. കർത്താവിലൂടെ അനുഭവിക്കേണ്ട സകല നന്മകളും അനുഭവിക്കുവാൻ വേർതിരിക്കപ്പെട്ടവരാണ് നമ്മൾ. എഫെസ്യ ലേഖനം 5-ാം അധ്യായം 26-ാമത് വാക്യം വായിക്കുമ്പോൾ, അവൻ അവളെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി വിശുദ്ധീകരിക്കേണ്ടതിനും പറ ചുളുക്കം മുതലായത് ഒന്നുമില്ലാതെ സഭയെ ശുദ്ധയും നിഷ്കളങ്കയുമായി തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിനും തന്നെത്താൻ അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. യേശു കർത്താവ് തന്റെ പ്രാണനെ ഏൽപ്പിച്ചത് ദൈവസഭയ്ക്ക് വേണ്ടിയാണ്. ദൈവസഭ രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ്. രക്ഷിക്കപ്പെട്ട ദൈവമക്കൾക്ക് വേണ്ടിയാണ് യേശു കർത്താവ് തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്തത്. സഭയെ വചനത്തോടുകൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി ശുദ്ധീകരിക്കേണ്ടതിനും കറ, വാട്ടം, ചുളുക്കം എന്നിവയില്ലാതെ തേജസ്സോടെ നിർത്തുവാൻ. ഒരു മനുഷ്യന്റെ മുഖത്ത് ഒരു വലിയ പാടുണ്ടെങ്കിൽ ആ മനുഷ്യന്റെ മുഖത്തിന്റെ തേജസ്സിന് അത് കുറവായി. ഒരു മുറിവുണ്ടെങ്കിൽ അത് ആ മനുഷ്യന്റെ മുഖ തേജസ്സിനെ കുറവ് വരുത്തുന്നതാണ്. നമ്മുടെ സഭ നമ്മൾ ഓരോരുത്തരുമാണ്. രക്ഷിക്കപ്പെട്ടവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർന്നു. സഭയുടെ നാഥൻ ക്രിസ്തുവാണ്. അപ്പോസ്തലർ 20-28 വായിക്കും. അതാണ് പറയുന്നത്, തന്റെ സ്വന്തം രക്തത്താൽ സമ്പാദിച്ച സഭയെ മേപ്പാൻ നമ്മെ അധ്യക്ഷന്മാരാക്കി വെച്ചുവെന്ന്. ഒരു സഭയുടെ അധ്യക്ഷന്റെ ഉത്തരവാദിത്വം യേശു ക്രിസ്തു തന്റെ സ്വന്തം രക്തം കൊണ്ട് വിലയ്ക്ക് വാങ്ങിയ ദൈവസഭയെ നയിക്കുവാനുള്ള ഉത്തരവാദിത്വമാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവമക്കളെ, ഈ വീട്ടിൽ കൊണ്ടുപോയി തീത്തോസിന്റെ ലേഖനവും 1 തിമോഥെയോസിന്റെ ലേഖനവും ഫിലോമോന്റെ ലേഖനവും ഒക്കെ ഒന്ന് ചേർത്ത് പഠിച്ചാൽ ഒരു ശുശ്രൂഷകൻ എങ്ങനെയായിരിക്കണം, ഒരു വിശ്വാസി എങ്ങനെയായിരിക്കണമെന്ന് വളരെ വ്യക്തമായി ദൈവവചനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. നമ്മുടെ കർത്താവിന് നമ്മൾ ഏത് നിലയിലാണ് കാണുന്നത്? സഭയെ വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ വെടിപ്പാക്കി. എന്റെയും നിങ്ങളെയും ദൈവത്തിന്റെ വചനമാണ് വെടിപ്പാക്കുന്നത്. വചനത്താൽ ശുദ്ധീകരിക്കുക. യോഹന്നാന്റെ സുവിശേഷം 15-ാം അധ്യായം അതിന്റെ 3-ാമത് വാക്യം വായിക്കുമ്പോൾ, ഞാൻ നിങ്ങളോട് സംസാരിച്ച വചനം നിമിത്തം നിങ്ങൾ ഇപ്പോൾ ശുദ്ധിയുള്ളവരാകുന്നു. എന്നിൽ വസിപ്പിൻ. കർത്താവിന്റെ വചനം മനുഷ്യനെ ശുദ്ധീകരിക്കുന്നതാണ്. ദൈവവചനത്തിന് ബന്ധനമില്ല. ദൈവവചനം സ്വതന്ത്രമായി ചലിക്കുവാൻ എന്റെ ശരീരത്തെ വിട്ടുകൊടുത്താൽ എന്റെ ശുദ്ധീകരണത്തിന് വേണ്ടി വേറെ ഒന്നും ചെയ്യണ്ട. ഒരാഴ്ചയിൽ ഒരു ദിവസം 1 മണിക്കൂറാണ് നമ്മൾ വചനം കേൾക്കുന്നത്. ആ 1 മണിക്കൂർ കേൾക്കുന്ന വചനം നമ്മുടെ ശരീരത്തെ ശുദ്ധീകരിക്കുവാൻ സമ്പൂർണമായി സമർപ്പിക്കപ്പെട്ടാൽ അടുത്ത ദൈവസഭ വരുന്നത് വരെ ഈ ശരീരം അശുദ്ധമാകുവാനുള്ളതൊന്നും കയറി വരികയില്ല. ചക്കപ്പഴത്തിൽ ഈച്ചയെ പിടിച്ചുകൊണ്ട് വരണ്ട, അതിന്റെ മണം കേട്ടാൽ വരും. ഇടയ്ക്കൂടെ ഉപവാസം നടത്തി വന്ന് ദൈവദാസൻ പ്രസംഗിച്ചത്, വാളക്കരുവാട് കൈവച്ചുകൊണ്ട് പട്ടി കടിച്ചാൽ അത് പോകുമോ? ഇല്ല. പിശാചിന് കയറി ഇടിക്കാനുള്ള ഇടമില്ലെങ്കിൽ അവൻ കയറി വരികയില്ല. നീ വിശുദ്ധിക്ക് വേണ്ടി, വചനത്തിന്റെ വ്യവസ്ഥയ്ക്ക് വേണ്ടി വിശ്വസ്തയോടെ നിന്നാൽ യാതൊരു ശാപവും നിന്റെ മേൽ ഏൽക്കയില്ല. ഇനി കോടിക്കണക്കിന് രൂപ ചെയ്ത് ആവിചാരം ചെയ്തുകൊണ്ട്
ദൈവവചനപ്രകാരം ജീവിക്കുന്ന ഒരു ദൈവവചനത്തിന്റെ മേൽ അത് യേശുകയില്ല. നമുക്ക് പറയാൻ കഴിയണം, ഞാൻ യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവവേദനാണ്. എന്റെ സിരകളിൽ ഒഴുകുന്നത് 33 വയസ്സ് പ്രായമുള്ള യേശു ക്രിസ്തുവിന്റെ രക്തമാണ്. ആ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ആ യേശുവിന്റെ രക്തത്തിന്റെ ഓഹരിക്കാരായി നിന്ന് ദൈവവേദന ഈ ലോകത്തിൽ ഒരു പ്രതികൂലത്തെയും ഭയപ്പെടേണ്ട കാര്യമില്ല. എന്റെ കർത്താവ് മരണത്തെ ജയിച്ചവനാ, എന്റെ കർത്താവ് പാതാളത്തെ ജയിച്ചവനാ, എന്റെ കർത്താവ് പാപത്തെ ജയിച്ചവനാ. ആ ജയിച്ചവനായ കർത്താവിന്റെ രക്തം ഒരുവന്റെ അകത്ത് ഒഴുകുമ്പോൾ നിനക്ക് സകലത്തെയും ജയിക്കാൻ കഴിയും. ഹല്ലേലൂയ. രാഷ്ട്രീയക്കാരൊക്കെ ഇലക്ഷൻ വരെയല്ലേ, രാഷ്ട്രീയക്കാരൊക്കെ പണ്ട് പാടുന്നൊരു പാട്ടുണ്ട്. ഞാനൊക്കെ കുഞ്ഞുനാളിലായിരിക്കുമ്പോൾ തോറ്റിട്ടില്ല തോറ്റ ചരിത്രം ചിലപ്പോ 6 പ്രാവശ്യം തന്നെ തോക്കും, എന്നാലും പിറ്റേ വർഷവും പാടും തോറ്റ ചരിത്രം. ലോകത്തിലെ മനുഷ്യരൊക്കെ തോറ്റ ചരിത്രമുള്ളപ്പോൾ എന്റെ പ്രാണനാഥനായ കർത്താവ് ഒരു സ്ഥലത്തും തോറ്റിട്ടില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിക്കാൻ കഴിയണം. അതുകൊണ്ട് ദൈവമക്കൾ തോറ്റവന്റെ കൂടെയല്ല, ജയിച്ചവന്റെ കൂടെയാ. അതാണ് ദൈവത്തിന്റെ അതേ പ്രത്യാശ. നമ്മെ തല ഉയർത്തി നിൽക്കുവാൻ, ഏത് സാഹചര്യത്തിലും നമ്മുടെ തല കുനിയുവാൻ എന്റെ അപ്പൻ അനുവദിക്കുകയില്ല. ഹല്ലേലൂയ. നമ്മുടെ കർത്താവ് നമുക്ക് അതേ ഒരു മാതൃകയാണ്. വചനത്തോടുകൂടി ജലസ്നാനത്താൽ ദൈവസഭയെ വെടിപ്പാക്കി വാട്ടവും ചുളുക്കവും കറയുമില്ലാത്ത നിർമ്മല കന്യകയായി ദൈവസന്നിധിയിൽ നിർത്തുവാൻ. ലോകത്തിൽ ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് കന്യകമാരുണ്ടായിരുന്നപ്പോൾ നസ്രേത്തിലെ ഒരു പാവപ്പെട്ട ഭവനത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഒരു മറിയെ മാത്രം എന്റെ കർത്താവ് തിരഞ്ഞെടുത്തെങ്കിൽ ഇന്ന് പകൽക്കാലം എന്നെയും നിങ്ങളെയും തിരഞ്ഞെടുക്കാനുള്ള യോഗ്യത എന്താ? സാരാഭാത്തിൽ അനേകം വിധവമാരുണ്ടായിരുന്നെങ്കിലും ഏലിയാവിനെ പോറ്റുവാൻ ഒരു വിധവയെ തിരഞ്ഞെടുത്തുള്ളൂ. അതിന്റെ പ്രത്യേകത എന്താ? ആ അഭിഷക്തനെ സ്വന്തം ഭവനത്തിൽ സ്വീകരിപ്പാൻ ആ വിധവ തയ്യാറായപ്പോൾ അവരുടെ കലത്തിലെ മാവ് തീർന്നു പോയില്ല. അനേക വിധവമാർ ആഹാരമില്ലാതെ പട്ടിണി കൊണ്ട് മരിച്ചപ്പോൾ, അവരുടെ തലമുറകൾ നഷ്ടപ്പെട്ടപ്പോൾ അഭിഷക്തനെ പോഷിപ്പിക്കുവാൻ ദൈവം തിരഞ്ഞെടുത്ത വിധവയെ അതേ ദേശത്ത് സമൃദ്ധി ഉണ്ടാകുന്നത് വരെ രാജകൊട്ടാരത്തിൽ പട്ടിണി ഉണ്ടായിട്ട് ആ വിധവയുടെ കലത്തിലെ മാവ് തീർന്നു പോയില്ലെങ്കിൽ, ദൈവവചനത്തിന് വേണ്ടി നിൽക്കുവാൻ നീ തയ്യാറാണെങ്കിൽ, വിശുദ്ധിക്കും വേർപാടിനും വേണ്ടി നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ, നിന്റെ ഒരു നന്മയും മുടങ്ങിപ്പോകാൻ എന്റെ അപ്പൻ അനുവദിക്കില്ല. നമ്മുടെ കർത്താവ് സർവസമ്പന്നനാണ്. ആ അപ്പനോട് ചോദിച്ച തരാൻ തക്കവണ്ണം ദൈവം വിശ്വസ്തൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നമ്മൾ ബലഹീനരാണെങ്കിലും ബലവാനായ കർത്താവ് നമ്മോടൊപ്പമുണ്ട്. നമ്മുടെ ആവശ്യങ്ങളെക്കാൾ എന്റെ കർത്താവ് വലിയവനാണ്. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം അതിന്റെ 11-ാമത് വാക്യം. 1 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 11-ാം വാക്യം. നിങ്ങൾ ചിലർ ഈ വകക്കാരായിരുന്നു, എങ്കിലും നിങ്ങൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലും നമ്മുടെ ദൈവത്തിന്റെ ആത്മാവിനാലും നിങ്ങളെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. അവിടെ ഒരു കാലത്ത് നമ്മൾ ദോഷമുള്ളവർ, ഇപ്പോൾ യേശു ക്രിസ്തുവിന്റെ ആത്മാവിനാൽ, ദൈവാത്മാവിനാൽ നമ്മെ തന്നെ കഴുകി ശുദ്ധീകരണവും നീതീകരണവും പ്രാപിച്ചിരിക്കുന്നു. എപ്പോഴാ? അതിന്റെ 4-ാം വാക്യം കൂടെ വായിക്കാം.
എന്നാൽ നിങ്ങൾക്ക് ഐഹിക കാര്യങ്ങളെ കുറിച്ച് വ്യവഹാരമുണ്ടെങ്കിൽ വിധിപ്പാൻ സഭ ഗണ്യമാക്കാത്തവരെ ഇരുത്തുന്നുവോ? റോമാലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം. റോമാലേഖനം 6-ാം അധ്യായം 4-ാം വാക്യം 3 മുതൽ വായിച്ചാൽ അത് തന്നെയല്ല, കഷ്ടത സഹിഷ്ണുതയെയും സഹിഷ്ണുത സിദ്ധതയെയും സിദ്ധത പ്രത്യാശയെയും ഉളവാക്കുന്നു എന്നറിഞ്ഞ് നാം കഷ്ടങ്ങളിലും പ്രശംസിക്കുന്നു. പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. നമ്മുടെ പ്രത്യാശയ്ക്ക് ഭംഗം വരാൻ ദൈവം അനുവദിക്കുന്നില്ല. നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പ്രയാസങ്ങളും പ്രതിസന്ധികളും വരുമ്പോൾ നമ്മൾ റോമാലേഖനം 4 ഇപ്പോൾ വായിച്ചത്. അങ്ങനെ നാം അവന്റെ മരണത്തിൽ പങ്കാളികളായി തീരുന്ന സ്നാനത്താൽ അവനോട് കൂടെ കുഴിച്ചിടപ്പെട്ടു. ക്രിസ്തു മരിച്ചിട്ട് പിതാവിന്റെ മഹിമയാൽ ജീവിച്ചെഴുന്നേറ്റതുപോലെ യേശുക്രിസ്തുവിനോട് കൂടെ മരിച്ച് കുഴിച്ചിടപ്പെട്ട പിതാവിന്റെ മഹിമയിൽ ഉയർത്തെഴുന്നേറ്റതുപോലെ നാമും ജീവന്റെ പുതുക്കത്തിൽ നടക്കേണ്ടതിന് അവിടെ ഉറപ്പിച്ചു പറയുകയാണ്. പാപത്തിന്റെ വഴിയിൽ നടന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. യേശു കർത്താവ് തന്റെ സ്വന്തം രക്തത്താൽ നമ്മെ വീണ്ടെടുത്ത ക്രിസ്തുവിനോട് കൂടെ ചേരുവാൻ തീരുമാനമെടുത്തൊരു ദൈവ പൈതൽ പഴയ മനുഷ്യനെ മരിച്ച ക്രിസ്തുവിനോട് കൂടെ അടക്കപ്പെട്ട ഉയർത്തെഴുന്നേൽപ്പിച്ചത് ജീവന്റെ പുതുക്കത്തിൽ നടക്കുക. അവന്റെ മേൽ പിന്നെ മരണഭയമില്ല. വീണ്ടും ജന്മം പ്രാപിച്ചൊരു ദൈവ പൈതൽ ഇപ്പോഴും മരണത്തെ ഭയപ്പെടുന്നുവെങ്കിൽ നീ ശരിയായി രക്ഷിക്കപ്പെട്ടിട്ടില്ല, മാനസാന്തരപ്പെട്ടിട്ടില്ല. വീണ്ടും ജന്മം പ്രാപിച്ചൊരു ദൈവ പൈതലിന്റെ പ്രത്യാശ ഇനി എപ്പോഴാണ് എന്റെ ആത്മമണവാളൻ എനിക്ക് കാണാൻ കഴിയും? ആ പ്രത്യാശ, ആ ഒരു പ്രത്യാശ അകത്ത് വരുമ്പോഴാണ് ലോകത്തിന്റെ ചിന്തകളും ഈ ലോക സാഹചര്യങ്ങളും മറക്കാൻ കഴിയുന്നത്. ഇപ്പൊ പലപ്പോഴും അത് നമ്മെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എങ്കിൽ, നാളെയെ കുറിച്ചുള്ള ആകുലത നമ്മെ വേട്ടയാടുന്നുവെങ്കിൽ, ഇപ്പോഴും പൂർണ്ണതയോടെ സൽപ്രവൃത്തികൾ ശുഷ്കാന്തിയുള്ളവരായി നമ്മൾ മാറിയിട്ടില്ല. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. 1 പത്രോസിന്റെ ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം. അത് സ്നാനത്തിനൊരു മുൻകുറി. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല. സ്നാനമോ ഇപ്പോൾ ജഡത്തിന്റെ അഴുക്ക് കളയുന്നതായിട്ടല്ല, ദൈവത്തോട് നല്ല മനസാക്ഷിക്കുള്ള അപേക്ഷയായിട്ടത്രേ യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മയും രക്ഷിക്കുന്നു. യേശുക്രിസ്തുവിന്റെ പുനരുത്ഥാനത്താൽ നമ്മെ രക്ഷിച്ചത് സ്നാനപ്പെടുന്ന ഒരു ദൈവ പൈതൽ കർത്താവിനോട് നല്ല മനസാക്ഷി പുലർത്തണം. ഭാര്യ ഭർത്താവിനോടും ഭർത്താവ് ഭാര്യയോടും നല്ല മനസാക്ഷി പുലർത്തണം. സഹോദരങ്ങൾ തമ്മിൽ നല്ല മനസാക്ഷി പുലർത്തണം. മാതാപിതാക്കളും കുഞ്ഞുങ്ങളുമായി നല്ല മനസാക്ഷി പുലർത്തണം. സ്കൂളിൽ പോകുന്ന കുഞ്ഞുങ്ങൾ ഒരു ക്ലാസ് കട്ട് ചെയ്തിട്ട് ഞാൻ 7 പീരീഡ് സ്കൂളിലുണ്ടായി എന്ന് പറയരുത്. നമ്മെ കുറിച്ച് ആകാത്ത വാക്കുകൾ മാതാപിതാക്കൾ കേൾക്കരുത്. സകലത്തിലും ദൈവത്തിന്റെ ദൃഷ്ടി ഉണ്ടാകും. ഒരു ദിവസം ന്യായവിധി ദിവസത്തിൽ രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട ശേഷം നമ്മൾ ചെയ്യുന്നതൊക്കെ കർത്താവ് നിരത്തി വയ്ക്കും നമ്മുടെ കണ്ണിന്റെ മുന്നിൽ. അപ്പൊ നമ്മൾ ലജ്ജിച്ചു പോകാതിരിക്കണമോ? യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവ പൈതൽ നല്ല മനസാക്ഷിയുള്ളവരായിരിക്കും. കർത്താവിനോട് എന്തെങ്കിലും ജീവിതത്തിൽ തെറ്റ് വന്നു പോയാൽ ആ സമയം തന്നെ വീട് കിടന്ന് കരയാൻ തയ്യാറാണ്. ദാവീദിന്റെ ജീവിതത്തിൽ 1-ലധികം പ്രാവശ്യം താൻ തെറ്റിപ്പോയി. പക്ഷെ ആ തന്റെ കുറ്റം ആരുടെ മേലും കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചില്ല. അവിടെയൊക്കെ അനുദപിക്കാനും കരയാനും നിലവിളിക്കുവാനും ദൈവത്തോട് ഏറ്റുപറയുവാനും തയ്യാറായപ്പോൾ
ദൈവം അവനെ കുറിച്ച് പറയുന്നത് എന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യൻ. മാനുഷികമായി നമ്മളൊക്കെ ബലഹീനതയുള്ളവരാ. പക്ഷെ ദൈവത്തോട് നല്ല മനസ്സാക്ഷി പുലർത്താൻ നമുക്ക് കഴിയുന്ന കർത്താവ് ലജ്ജിക്കാതെ നിൽക്കാൻ പറ്റും. ലോകം നമ്മെ ലജ്ജിപ്പിക്കാൻ നോക്കും, അതിനുവേണ്ടി അവൻ പല കെണികളും ഒരുക്കും. ദൈവസന്നിധിയിൽ പ്രാഗൽഭ്യത്തോടെ നിൽക്കാൻ കഴിയണമെങ്കിൽ കർത്താവിനോട് നല്ല മനസ്സാക്ഷിയുള്ളവരായി നമ്മൾ മാറണം. യോഹന്നാന്റെ സുവിശേഷം 3-ാം അധ്യായം 5-ാം വാക്യം വായിക്കുമ്പോൾ നിക്കോദീമോസിനോട് കർത്താവ് ഉറപ്പിച്ചു പറയുന്ന ഒരു കാര്യമുണ്ട്. അതിന് യേശു, ആമേൻ ആമേൻ ഞാൻ നിന്നോട് പറയുന്നു, സത്യമായും സത്യമായും ഞാൻ നിന്നോട് പറയുന്നു, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും കഴിയുകയില്ല. നിക്കോദീമോസേ, നീ പള്ളിപ്രമാണിയായതൊക്കെ ശരി തന്നെ, ന്യായപ്രമാണത്തിന്റെ പാണ്ഡിത്യമൊക്കെ ഉള്ളത് ശരി തന്നെ, വെള്ളത്താലും ആത്മാവിനാലും ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ ആർക്കും. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം വീണ്ടും ജന്മം പ്രാപിച്ച ദൈവപൈതൽ സ്നാനപ്പെട്ട് ക്രിസ്തുയേശുവിൽ ചേർന്ന കർത്താവിനോട് നല്ല മനസ്സാക്ഷി പുലർത്തിയ ഏത് സമയത്തും കർത്താവിന്റെ അടുക്കിലേക്ക് ചെല്ലാം. നമ്മളൊരു വിഷയവുമായി ചെല്ലുമ്പോൾ കർത്താവ് തിരിഞ്ഞു നിൽക്കുകയില്ല. നമ്മളൊരു വിഷയമായിട്ട് ഒരു രാഷ്ട്രീയ നേതാവിന്റെ അടുക്കൽ ചെന്നാൽ ഇതെങ്ങനെ സൂക്ഷിച്ചു നോക്കും, ഇയാളെ എവിടെയെങ്കിലും വെച്ച് കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ തന്നെ വിലയിരുന്നത് കാര്യസാധ്യത്തിന് വേണ്ടി വന്നയാളാണ്, അത്രയും നമ്മെ വില കൽപ്പിക്കും. പക്ഷെ നിരന്തരമായി അദ്ദേഹം വരുന്ന വേദികളിലൊക്കെ നമ്മളൊന്ന് പ്രത്യക്ഷപ്പെടുന്ന ഒരാളാണെങ്കിൽ ദൂരെ വെച്ച് കാണുമ്പോൾ തന്നെ നേതാവ് പറയും അദ്ദേഹത്തിന്റെ കാര്യം ഉറപ്പാണ്. കർത്താവ് ഇങ്ങനെയാണ്. കർത്താവ് നോക്കുമ്പോഴൊക്കെ നമ്മൾ ദൈവസ്ഥയിലുണ്ടെങ്കിൽ, നിരന്തരമായ കർത്താവുമായി ബന്ധം നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ, നമ്മളൊരാവശ്യമായി ചെല്ലുമ്പോൾ കർത്താവ് തിരിഞ്ഞു നിൽക്കുകയില്ല. നമ്മുടെ ആവശ്യങ്ങളെ സാധിപ്പിച്ചിട്ടേ മടക്കൂ. കർത്താവിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവപൈതൽ നമുക്ക് വേണ്ടി പ്രവർത്തിപ്പാൻ ദൈവശക്തൻ. 25 വർഷങ്ങൾക്ക് മുമ്പ് ഒരു ക്യാമ്പിൽ പങ്കെടുക്കുന്നു. ഒരു പുരോഹിതൻ പറഞ്ഞൊരു അനുഭവം. എനിക്കൊരു മന്ത്രിയെ കാണണം, മന്ത്രിയോടൊരു കാര്യം പറയും. അദ്ദേഹത്തിന്റെ വീട്ടിന്റെ കോട്ടേഴ്സ് വെളിയിറങ്ങിയാൽ കാണത്തപ്പോൾ ഇദ്ദേഹം അങ്ങോട്ട് നിന്നു. ഈ മന്ത്രി വന്ന് എന്നെ കണ്ടാൽ ഞാൻ വിവരം പറയും. ഞാൻ പറയും അദ്ദേഹമാണ് പുരോഹിതന്റെ തീരുമാനം. ആ മന്ത്രി ഇറങ്ങി വന്നു. അദ്ദേഹം പറഞ്ഞത്, ഞാൻ ബൈബിൾ ക്ലാസ് പഠിപ്പിച്ച കുട്ടിയാണ്, ഇപ്പൊ മന്ത്രിയാണ്. എന്നെ വന്ന് കണ്ടാലും ഞാൻ വിഷയം പറയും, അത് ഞാൻ മടങ്ങി. അദ്ദേഹം അങ്ങോട്ട് തിരിഞ്ഞു. അദ്ദേഹം തന്റേതായ ക്വാർട്ടേഴ്സിൽ നിന്ന് ഇറങ്ങി വന്നപ്പോൾ ഒരു അങ്കിയിട്ട് ഒരാളിനെ കാണും. അദ്ദേഹം അടുത്തേക്ക് ചെന്നു. കുശലം പറഞ്ഞു, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് വേണ്ടിയല്ല, ആലയത്തിന്. അദ്ദേഹം ഒരു പേപ്പർ കൈ കൊടുത്തു. അച്ഛൻ പോണം, ഞാൻ ശ്രമിക്കാം. അത്രയും പറഞ്ഞാൽ മതിയായിരുന്നു അദ്ദേഹത്തിന്. അദ്ദേഹം പറഞ്ഞത്, ഈ മനുഷ്യനുമായിട്ട് എനിക്ക് നിരന്തരമായ ബന്ധമുണ്ട്. ബാല്യം മുതൽ എനിക്കറിയാം, ഞാനൊരു കാര്യം പറഞ്ഞാൽ ന്യായമായതാണെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യില്ല, നിരസിക്കും. ഇന്ന് പകൽ ദൈവസ്ഥലാക്കുന്ന ദൈവപൈതല് നമ്മളൊരു കാര്യം എന്റെ അപ്പനോട് പറഞ്ഞാൽ അത് നിരസിക്കാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ ഈ കർത്താവുമായി ഒരു നിരന്തരമായ ബന്ധം സ്ഥാപിക്കണം. നമ്മൾ കാര്യസാധ്യം പ്രാപിക്കുന്നവരായിട്ട് മാറരുത്. നിരന്തരമായി കർത്താവുമായി ബന്ധമുണ്ടോ? ഒരാഴ്ച വട്ടം നമ്മുടെ ആയുസ്സിനെ നീട്ടിത്തന്ന ദൈവത്തിന് നന്ദി പറയുവാൻ
അതാരും നമ്മൾ നിർബന്ധിക്കേണ്ട കാര്യമില്ല. അങ്ങനെ ഒരു തീഷ്ണത ആ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികൾ ഉത്സാഹികളായി തീരണമെങ്കിൽ ഒന്ന്, ദൈവകൃപയാലുള്ള നീതീകരണവും നിത്യജീവന്റെ ഓഹരിക്കാരുമായി നമ്മൾ മാറണം. അതിന് പുനർജന്മ സ്നാനം കൊണ്ട് കഴിയുകയുള്ളൂ എന്ന് നമ്മൾ വായിച്ചു. രണ്ടാമതായി പരിശുദ്ധാത്മാവിന്റെ നവീകരണം. പരിശുദ്ധാത്മാവ് നമ്മെ പുതുക്കുന്നതാണ്. നവീകരണം. നമ്മളെ വീടൊക്കെ പണിത് കുറെ വർഷമായി കഴിയുമ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ റീപെയിന്റ് ചെയ്യാൻ അല്ലേ? കഴിഞ്ഞ ദിവസം ഒരു വീട്ടിൽ ചെന്ന് പ്രാർത്ഥിക്കായിരുന്നപ്പോൾ ഞാൻ വീട്ടുകാരോട് പറഞ്ഞെന്ന് വിചാരിച്ചു, പിന്നെ മറന്നുപോയി. പ്രാർത്ഥന കഴിഞ്ഞു ഈ വീടൊക്കെ ഒന്ന് പെയിന്റ് ചെയ്യണം. ദൈവത്തെ ആരാധിക്കുന്ന വീടുകളൊക്കെ മനോഹരമായി. ഞാന് 15 വർഷത്തോളം ആരാധന നടത്തിയ ഒരു വീടുണ്ടായി കിള്ളിയുടെ പ്രാന്തപ്രദേശം. ആ വീട് പച്ചക്കല്ല് കെട്ടിയ വീടാണ്. ഒരു ദിവസം ദൈവത്തെ വചനം പ്രസംഗിക്കല്ലോ, ഞാൻ ആ വീട്ടുകാരോട് പറഞ്ഞു, ഞാനൊരു കൂട്ടായ്മ നടത്തിയാൽ 5 വർഷം തികയും മുമ്പേ ആ വീടെല്ലാം പച്ചക്കല്ലും ഓടുമുறைയെല്ലാം പൊളിച്ച് ടെറസാക്കിയിട്ടുണ്ട്. നിങ്ങളുടെ വീട് മാത്രം പച്ചക്കല്ല് കെട്ടിയ വീടാണ് ഇരിക്കുന്നത്. നിങ്ങൾ ഇതിനെ പൊളിച്ചു കളഞ്ഞിട്ട് വാർത്തൊരു വീട് വയ്ക്കും. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കളുടെ ഭവനം മനോഹരമായിരിക്കണം ദേശത്ത്. ഞാൻ പറഞ്ഞു, ഈ വീട് പൊളിച്ചു മാറ്റി നിങ്ങൾ വേറെ വീട് വെക്കണം. ആ കുടുംബനാഥൻ എന്നോട് പറഞ്ഞത്, ആദ്യം മോളെ കല്യാണം നടക്കട്ടെ, പിന്നെ വീടിന്റെ കാര്യം. ഞാൻ പറഞ്ഞു, മോളെ കല്യാണം ഒക്കെ ദൈവം നടത്തും, നിങ്ങൾക്ക് പുതിയ വീട് തരാൻ സമയമാണ്. ദൈവത്തെ ആരാധിക്കുന്ന ദൈവമക്കൾ നല്ല വസ്ത്രം ധരിച്ച് നടക്കണം, നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യണം, മോടിയോടെ ജീവിക്കണം. നമ്മുടെ അപ്പൻ സ്വർഗത്തിലെ രാജാവാണ്. രാജാവിന്റെ മക്കളാണ് നമ്മൾ രാജകുമാരന്മാരാണ്. അവിടെ അസൂയ പാടില്ല. ഉള്ളതിനെ വൃത്തിയാക്കി ദേശത്ത് മാന്യതയോടെ ജീവിക്കണം. കയ്യിൽ കാശില്ലെങ്കിൽ കരഞ്ഞോണ്ട് നടക്കരുത്. എല്ലാം ഉള്ളവരെ പോലെ, രാജകുമാരന്മാരെ പോലെ വേണം നമ്മൾ ജീവിക്കാൻ. ആ വീട്ടുകാരനോട് പറഞ്ഞു, മാസത്തിൽ ഒരു കൂട്ടായ്മ നടക്കുന്ന വീടാണ് ഈ വീട്. ഇങ്ങനെ പച്ചക്കല്ല് കെട്ടി പൂശാത്ത വീട് ദൈവനാമത്തിന് അവമാനമാണെന്ന് പറഞ്ഞു. വേഗം നിങ്ങൾ വീട് പണിയണമെന്ന് പറഞ്ഞു. ഞാൻ പറയട്ടെ, അന്ന് പറഞ്ഞിട്ട് വീട്ടിൽ പോയി 2 ആഴ്ചയായില്ല. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഒരു ഫോൺ, പാസ്റ്ററെ ഈ ആഴ്ചയിൽ എപ്പോഴെങ്കിലും വന്ന് വരണം, അടുത്ത ആഴ്ച എന്റെ വീട് പൊളിക്കാൻ പോകും. 1.5 മാസം കൊണ്ട് മനോഹരമായ ഒരു ഭവനം ദൈവം കൊടുത്തു. ദൈവമക്കൾ പാർക്കുന്ന ഭവനങ്ങളെല്ലാം അനുഗ്രഹിക്കപ്പെട്ടതാണ്. അതാണ് നവീകരണം. ദൈവത്തെ അറിഞ്ഞിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിക്കുന്നുണ്ടോ? നടുവിൽ മറുപടി പറയാൻ ദൈവമക്കൾ കഴിയണം. നമ്മുടെ ജീവിതത്തിൽ നവീകരണം വരണം, നമ്മുടെ കുടുംബത്തിനകത്തൊരു നവീകരണം വരണം, നമ്മുടെ സാമ്പത്തിക മേഖലയിൽ നവീകരണം വരണം. ഇവിടെ പരിശുദ്ധാത്മാവിന്റെ നവീകരണം. യോവേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 28-ാമത് വാക്യം വായിക്കുമ്പോൾ, യോവേൽ പ്രവചനം 2-ാം അധ്യായം 28-ാം വാക്യം, അതിനുശേഷമോ ഞാൻ സകല ജഡത്തിന്മേലും എന്റെ ആത്മാവിനെ പകരും. സകല ജഡത്തിന്റെ മേലും എന്റെ ആത്മാവിനെ പകരും. നിങ്ങളുടെ പുത്രന്മാരും പുത്രിമാരും പ്രവചിക്കും. നിങ്ങളുടെ വൃദ്ധന്മാർ സ്വപ്നങ്ങളെ കാണും. നിങ്ങളുടെ യൗവനക്കാർ ദർശനങ്ങളെ ദർശിക്കും. ദാസിമാരുടെ മേലും കൂടെ ഞാൻ ആ നാളുകളിൽ എന്റെ ആത്മാവിനെ പകരും. ദൈവത്തിന്റെ
ആത്മാവ് വകഭേദമില്ലാതെ സകലരിലും പകരപ്പെടും. ദൈവത്തിന്റെ ആത്മാവ് പ്രാപിച്ച നമ്മുടെ ജീവിതത്തിൽ നവീകരണം നടക്കാത്തത് കൊണ്ടാണ് മറ്റുള്ളവർ യേശുവിലേക്ക് വരാതിരിക്കുന്നത്. പരിശുദ്ധ രക്ഷിക്കപ്പെട്ട, സ്നാനപ്പെട്ട, വീണ്ടും ജന്മം പ്രാപിച്ച ദൈവപൈതലിന്റെ സാക്ഷ്യം എന്താണ്? എന്നെ കുറിച്ചും നിങ്ങളെ കുറിച്ചും ദേശത്ത് നല്ല സാക്ഷ്യമുണ്ടെങ്കിൽ നമ്മൾ പറയാതെ മറ്റുള്ളവർ യേശുവിലേക്ക് വരുവാനിടയായി. നമ്മുടെ ഭവനങ്ങളെല്ലാം ആരാധനാലയങ്ങളായി മാറണം. നമ്മുടെ ഭവനങ്ങളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥനയും സ്തോത്രവും സ്തുതിയും കേട്ടിട്ട് ആശ്വാസമില്ലാത്തവൻ ആശ്വാസത്തിനായി കയറി വരുന്ന ഭവനങ്ങളായി നമ്മുടെ ഭവനങ്ങൾ മാറണം. അതാണ് ദൈവം ആഗ്രഹിക്കുന്നത്. അതാണ് പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ട് സംഭവിക്കുന്നത്. ഒരു കാലത്ത് നമുക്ക് ഈ സത്യം അറിയില്ലായിരുന്നു. സത്യം അറിയുകയും സത്യം നമ്മെ സ്വതന്ത്രമാക്കുകയും ചെയ്യും. അപ്പോസ്തലരുടെ പുസ്തകം 10-ാം അധ്യായം 46-ാമത് വാക്യം വായിക്കുമ്പോൾ ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കാൻ പത്രോസിനോട് കൂടി വന്ന പരിച്ഛേദനക്കാരായ വിശ്വാസികൾ പരിശുദ്ധാത്മാവെന്ന ഗാനം ജാതികളുടെ മേലും പകർന്നത് കണ്ട് വിസ്മയിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വീകരിക്കുന്നതും കേൾക്കയാൽ ദൈവവചനം കേട്ട എല്ലാവരുടെയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നു. അന്യഭാഷകൾ സംസാരിക്കുന്നതും ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതും കണ്ടിട്ട് പരിച്ഛേദനക്കാരെ പാരമ്പര്യമുള്ള വിശ്വാസികൾ ഭയപ്പെട്ടു നിൽക്കുകയാണ്. രക്ഷിക്കപ്പെട്ടിട്ട് സ്നാനപ്പെട്ടിട്ട് ഇത്ര വർഷമായി ക്രിസ്ത്യാനി എന്ന് പറഞ്ഞ് വീമ്പളക്ക് നടക്കുന്നവർ നോക്കി നിൽക്കെ ഇന്നലകൾ ദൈവത്തെ അറിഞ്ഞവർ കൃപാവരങ്ങൾ ജ്വലിപ്പിക്കുന്നത് കാണാം. നമുക്ക് പാരമ്പര്യം പറയാൻ മാത്രമേ അറിയാവൂ. ഇന്ന് പകൽ പരിശുദ്ധാത്മാവിന്റെ നവീകരണം ഉണ്ടാകും. പരിശുദ്ധാത്മാവിന്റെ പരിവർത്തനം ഉണ്ടാകും. ആ ഉൽപ്പത്തി പുസ്തകം ആരംഭിക്കുന്നു. ആദിയിൽ ദൈവം ആകാശവും ഭൂമിയും സൃഷ്ടിച്ചു. ആഴത്തിന്മേൽ ഇരുളുണ്ടായിരുന്നു. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ മീതെ. അതുകൊണ്ട് ഭൂമിയിൽ കരയുണ്ടായി, സമുദ്രമുണ്ടായി. ഭൂമിയും ആകാശവും വെള്ളവും തമ്മിൽ വേർതിരിഞ്ഞു. ഭൂമിയുടെ പ്രകൃതി സൗന്ദര്യം ഉണ്ടാക്കിയത് പരിശുദ്ധാത്മാവെന്ന ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മെ പഠിപ്പിക്കുമ്പോൾ ഈ പകൽക്കാലം നമ്മുടെ ജീവിതത്തിൽ എത്ര പേർക്കാണ് എന്റെ ജീവിതത്തിൽ വരുന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം അനേകരെ രൂപാന്തരപ്പെടുത്തുവാൻ മതിയായതെന്ന് വിശ്വസിക്കാൻ കഴിയുന്നുണ്ടോ? നമ്മളെ കാണുന്നവർ ക്രിസ്തുവിനെ കാണുവാനിടയായി തീരണം. അപ്പോസ്തലർ 2-ാം അധ്യായം 33-ാമത് വാക്യം. ദൈവത്തിന്റെ വലഭാഗത്തേക്ക് ആരോഹണം ചെയ്തു. പരിശുദ്ധാത്മാവെന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി നിങ്ങൾ ഈ കാണുകയും കേൾക്കുകയും ചെയ്തത് പകർന്നു തന്നു. പരിശുദ്ധാത്മാവ് എന്ന വാഗ്ദത്തം പിതാവിനോട് വാങ്ങി ക്രിസ്തു നമുക്ക് പകർന്നു തന്നതാണ് നിങ്ങളെ കാണുന്നത്. നമ്മുടെ മേൽ പകരപ്പെട്ട പരിശുദ്ധാത്മാവിനെ ലോകത്തിന് കാണാൻ കഴിയുന്നുണ്ടോ? പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച വ്യക്തിയാണെന്ന് എന്റെ ഭവനത്തിലുള്ളവർക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? എന്റെ ചുറ്റുപാടുള്ളവർക്ക് അറിയാൻ കഴിയുന്നുണ്ടോ? ഞാൻ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ മറ്റുള്ളവരെ കുറ്റം പറയുമായിരുന്നു, ഇപ്പോഴും കുറ്റം പറയുന്നു. മറ്റുള്ളവർ കാണുമ്പോൾ എന്താ വ്യത്യാസം? രക്ഷിക്കപ്പെടുന്നതിന് മുമ്പും മറ്റുള്ളവരുടെ അസൂയ ഉണ്ടായിരുന്നു, ഇപ്പോഴും അസൂയുണ്ട്. ലോകം എങ്ങനെ തിരിച്ചറിയും? പഴയ മനുഷ്യന്റെ പ്രവൃത്തികളെ മരിപ്പിക്കാത്തിടത്തോളം കാലം പരിശുദ്ധാത്മാവിന്റെ നവീകരണം ഉണ്ടാകി. പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തിനായി ഇന്ന് പകൽക്കാലം നമ്മൾ സമർപ്പിക്കപ്പെടേണ്ടത് ആവശ്യമുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം
2-ാം വാക്യം വായിക്കുമ്പോൾ, റോമാലേഖനം 12-ാം അധ്യായം 2-ാം വാക്യം, ഈ ലോകത്തിന് അനുരൂപമാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവിൻ. പരിശുദ്ധാത്മാവിന്റെ നവീകരണം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടാം. നമ്മളെല്ലാം പുറമേ രൂപാന്തരം വരുത്തിയവരാണ്, പക്ഷെ മനസ്സിനകത്ത് രൂപാന്തരം വന്നിട്ടുണ്ടോ? അവിടെയാണ് പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തി. നന്മയും പൂർണ്ണതയുമുള്ള ദൈവഹിതം എന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരം. മനസ്സിനകത്തൊരു പുതുക്കം വരണം. പഴയ മനസ്സിനെല്ലാം ഇന്ന് പകൽക്കാലം പറിച്ചു കളയണം. യെഹെസ്കേൽ പറയുന്നു, കല്ലായ ഹൃദയത്തിൽ നിന്ന് ഞാൻ മാറ്റി മാംസളമായ ഹൃദയം അവർക്ക് വച്ചു പിടിപ്പിക്കും. എന്റെ ആത്മാവിനെ അവരുടെ മേൽ പകർന്ന് എന്റെ ചട്ടങ്ങളിൽ അവരെ നടക്കുമാറാണ്. ആ ഒരു ഓപ്പറേഷൻ ഇന്ന് പകൽക്കാലം ഇവിടെ നടക്കണം. നാളെ ഒരു ഉപവാസം തുടങ്ങുക, 21 ദിവസം പ്രാർത്ഥന തുടങ്ങുക. ഇന്ന് പകൽ ഒരു ഓപ്പറേഷൻ നടക്കണം. ആ ഒരു ഓപ്പറേഷൻ നടന്നാൽ നിങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് മാറ്റം വരും, നിങ്ങളുടെ വ്യക്തിപരമായ സ്ഥിതിക്ക് മാറ്റം വരും. നിങ്ങൾ ഭാരമെന്ന് തോന്നുന്ന പലതിനും പരിഹാരം തരാൻ ദൈവം വിശ്വസ്തനാണ്. ദൈവത്തിന്റെ സന്നിധിയിൽ പൂർണ്ണതയും ഉള്ള ദൈവഹിതം ഇന്നത് തിരിച്ചറിയുവാൻ മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുന്നു. റോമാലേഖനം 5-ാം അധ്യായം 5-ാം വാക്യം, പ്രത്യാശയ്ക്കോ ഭംഗം വരുന്നില്ല. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ പകർന്നിരിക്കുന്നുവല്ലോ. ദൈവത്തിന്റെ സ്നേഹം നമുക്ക് നൽകപ്പെട്ട പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയങ്ങളിൽ. ദൈവ സ്നേഹം ആത്മാവിനാൽ എന്റെ ഹൃദയത്തിൽ പകർന്നാൽ എന്റെ പ്രത്യാശയ്ക്ക് ഭംഗം വരികയില്ല. അങ്ങനെ ദൈവാത്മാവിന് നവീകരണം പ്രാപിച്ച ഒരു ദൈവ പൈതൽ ആകാത്തതെന്ന് ഹൃദയം ചിന്തിക്കുന്നു. നമുക്ക് അല്പമേ ശക്തിയുള്ളൂ നമ്മൾ തിരിച്ചറിയും. നമുക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്ത പലതിനെ കുറിച്ച് ആഗ്രഹിച്ചാൽ നമ്മൾ വ്യാകുലപ്പെടുന്നു. ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലെ നമ്മൾ കടന്നു വന്ന വഴി നമ്മൾ ഓർക്കണം. നിത്യവൃത്തിക്ക് വകയില്ലാത്ത അവസ്ഥയിലൂടെ കടന്നു വന്ന എനിക്ക് ഇന്ന് പട്ടിണിയില്ലാതെ ജീവിക്കണേ, അതുകൊണ്ട് തൃപ്തിപ്പെടും. ദൈവം നടത്തുന്ന വഴികളിലേക്ക് നമ്മൾ നടത്തണം. എന്നും പട്ടിണി മാത്രം ജീവിച്ചാൽ പോരാ. പരിശുദ്ധാത്മാവിന്റെ നവീകരണം അകത്ത് വന്നാൽ അത് ഭൗതിക തലത്തിലും വെളിപ്പെടും. രാജകുമാരന്മാരാണ് ഒരു രാജ്യത്തിൽ ഏറ്റവും ഉന്നതമായി നടക്കുന്നത്. അങ്ങനെ നമ്മൾ സ്വർഗീയ രാജാവിന്റെ മക്കളാണ്. നമ്മളാണ് നല്ല വീടുകൾ പണിയേണ്ടത്, നല്ല വാഹനങ്ങളിൽ യാത്ര ചെയ്യേണ്ടത്, നല്ല വസ്ത്രം ധരിക്കേണ്ടത്, നല്ല ഭക്ഷണം ഭക്ഷിക്കേണ്ടത്. അത് നമുക്ക് അവകാശപ്പെട്ടതാണ്. അതൊന്നും തെറ്റല്ല. പക്ഷെ ഇതൊക്കെ നമ്മൾ അനുഭവിക്കുമ്പോൾ നിഗളിച്ചു പോകരുത്. പരിശുദ്ധാത്മാവിന്റെ നവീകരണം അവിടെയാണ്. ആത്മാവിന്റെ ഹൃദയത്തില് ഒരു പുതുക്കം തന്നാൽ പിന്നെ പഴയ ചിന്താഗതിയിലാകരുത്. പരിശുദ്ധാത്മാവിന്റെ നവീകരണം നമ്മുടെ ആത്മീക ജീവിതത്തിൽ വെളിപ്പെടണം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പേ അല്പസമയം പ്രാർത്ഥിച്ചുള്ളവെങ്കിൽ നമ്മുടെ പ്രാർത്ഥനാ സമയം കൂടണം. നമ്മുടെ ഇടപാടുകൾ കൃത്യമായിരിക്കണം. നമ്മുടെ വാക്കുകൾ ഊന്നമായിരിക്കണം. ദൈവത്തിന്റെ സന്നിധിയിൽ നമ്മുടെ ഹൃദയത്തെ ഒന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിന്റെ നവീകരണത്തിനായി ഏൽപ്പിച്ചു കൊടുക്കാമോ? ഇവിടെ തീത്തോസിന് ലേഖനം എഴുതുമ്പോൾ അഭിഷേകൻ ഓർപ്പിക്കുന്നു, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തികളിൽ ഉത്സാഹമുള്ളവർ. ദൈവത്തിന്റെ സന്നിധി പ്രാർത്ഥിക്കുന്ന ദൈവം. ഞാൻ ചില ഭവനങ്ങളിലൊക്കെ ചെന്ന് നിൽക്കുമ്പോൾ പറയാറുണ്ട്,
ഇതൊരാളിൽ ഒരു വീട്ടിൽ അല്പം ബുദ്ധിമുട്ടാണ്, ഒരല്പമെങ്കിലും സഹായം ഞാൻ വാങ്ങിക്കൊണ്ട് അവർക്ക് കൊടുക്കാറുണ്ട്. അത് മറ്റാരും അറിയാറില്ല, ഞാനും തരുന്ന ആൾ കൊടുക്കുന്ന ആൾ മാത്രമേ അറിയുള്ളൂ. ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ അല്പം കഷ്ടം തോന്നിയാൽ സഹായിക്കാൻ മനസ്സുള്ളവരൊക്കെ ഞാൻ പോയി കാണും, എന്തെങ്കിലും സഹായിക്കണം. എന്നെ കൊണ്ട് കഴിയുന്നത് ഞാൻ സഹായിക്കും, പിന്നെ മാത്രമേ ഞാൻ മക്കളോട് പറയാറുള്ളൂ. സഹായിക്കാൻ മനസ്സുള്ളവർ ഉണ്ട്. നമ്മുടെ കഷ്ടതയിൽ നമ്മെ സഹായിക്കാൻ എന്റെ കർത്താവ് സർവസമ്പന്നനാണ്. പരിശുദ്ധാത്മാവിന്റെ നവീകരണം നമ്മുടെ അകത്ത് വരണം. ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവർത്തിയിൽ സമ്പന്നരായി തീരണം, ഉത്സാഹങ്ങളായി മാറണം. അതിന് കർത്താവിന്റെ കൃപയാലുള്ള നീതീകരണവും നിത്യജീവന്റെ ഓഹരിക്കാരായി നമ്മൾ മാറും. പരിശുദ്ധാത്മാവിന്റെ നവീകരണത്താൽ അത് സംഭവിക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേൽക്കാം, ആ ദൈവത്തോട് പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും ഒരു നിമിഷം നമുക്ക് ചോദിക്കും നമ്മോട്, കർത്താവേ, ഞാൻ രക്ഷിക്കപ്പെട്ടു വീണ്ടും ജന്മം പ്രാപിച്ചിട്ട് എത്രയോ വർഷങ്ങളായി. എന്റെ അകത്തൊരു നവീകരണം ഇതുവരെ സംഭവിച്ചിട്ടുണ്ട്. ഏതെങ്കിലും മേഖലയിൽ പുതുക്കം പ്രാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? ഞാൻ തുടങ്ങിയെടുത്ത് തന്നെ നിൽക്കുന്ന അനുഭവമാണോ? എന്റെ ആത്മീയ ജീവിതത്തിൽ, എന്റെ പ്രാർത്ഥനാനുഭവത്തിൽ എനിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്റെ കൂട്ടായ്മ ബന്ധത്തിൽ എനിക്ക് മാറാൻ കഴിഞ്ഞിട്ടുണ്ട്. ദൈവത്തോട് ചേർന്ന് നടക്കുന്നതിൽ എനിക്ക് ശുഷ്കാന്തി വന്നിട്ടുണ്ടോ? എത്ര പേർക്ക് പറയാൻ കഴിയും, അപ്പാ എനിക്ക് മാറാൻ കഴിഞ്ഞിട്ടില്ല, ഇന്ന് പകൽ ഞാൻ കേട്ട വചനത്തിന് മുമ്പിൽ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഇനി ദൈവനാമം ദുഷിക്കപ്പെടുന്ന ഒരു വാക്കും എന്റെ വായിൽ നിന്ന് വരികയില്ല. ദൈവത്തിന്റെ നാമത്തെ ദുഷിക്കുന്ന ഒരു പ്രവൃത്തിയും എന്റെ ജീവിതത്തിൽ വരികയില്ല. എന്റെ വാക്കുകള്, എന്റെ നോട്ടം, എന്റെ സംസാരം, എന്റെ പ്രവൃത്തികളെല്ലാം കർത്താവ് വിശുദ്ധീകരിക്കണം. വിശുദ്ധാവിന്റെ നവീകരണം എന്റെ ജീവിതത്തിൽ നൽകണം. അകത്തെ മനുഷ്യന് ശുദ്ധീകരണം ഇന്ന് പകൽക്കാലം നൽകണം. എത്ര പേർക്ക് പ്രാർത്ഥിക്കാൻ കഴിയും? പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഇന്ന് കേട്ട വചനത്തിന്റെ മുമ്പിൽ ഒരു നിമിഷം സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. നമ്മുടെ ഒരു യോഗ്യതയും കണ്ടിട്ടല്ല, കർത്താവിന്റെ കൃപയാലാണ് നാം നീതീകരിക്കപ്പെട്ടത്. കർത്താവിന്റെ കൃപയാലാണ് നിത്യജീവന്റെ അവകാശിയായി മാറിയത്. പരിശുദ്ധാത്മാവിന്റെ ഒരു നവീകരണം എനിക്ക് ആവശ്യമുണ്ട് കർത്താവ്. സൽപ്രവൃത്തികൾ ഉത്സാഹം കാണിക്കാൻ കഴിയുന്നില്ല. പലപ്പോഴും പല കാര്യം ഞാൻ പുറകിലാണ്. ഇല്ല, സൽപ്രവൃത്തികൾ ഉത്സാഹം കാണിപ്പാൻ, സഭയുടെ കാര്യങ്ങൾ ഉത്സാഹം കാണിപ്പാൻ, കൂട്ടായ്മകൾ ഉത്സാഹം കാണിപ്പാൻ, ദൈവരാജ്യത്തിന്റെ കെട്ടുപണിയിൽ ഉത്സാഹം കാണിപ്പാൻ ഞാൻ പലതിലും പുറകിലാണ് കർത്താവേ. ഇല്ല, ഞാൻ അനുതാപത്തോടെ മടങ്ങി വരുന്നു. പരിശുദ്ധാത്മാവിന്റെ നവീകരണം എനിക്ക് ആവശ്യം. ഒരു നല്ല മനസ്സാക്ഷി എനിക്ക് ആവശ്യം. കർത്താവിനോട് നല്ല മനസ്സാക്ഷി പുലർത്തുക. അതിനെ തുറന്ന് പ്രാർത്ഥിക്കാം. ആഗ്രഹിക്കുന്നവർ പ്രാർത്ഥിക്കാം. ബാക്കിയുള്ളവർ മൗനമായിരിക്കട്ടെ. നീ അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ നോക്കണ്ട. കർത്താവിന്റെ ആത്മാവ് ഇന്ന് പകല് ചിലർ നിറയ്ക്കുകയാണ്. ഇതുവരെ അഭിഷേകം പ്രാപിച്ചിട്ടില്ലാത്ത ചിലരുടെ മേൽ കൂടെ ഇന്ന് പകൽക്കാലം പരിശുദ്ധാത്മാവിന്റെ ശക്തി പകരപ്പെടുവാൻ ഒരു പുതിയ തീരുമാനത്തോടെ, ഒരു പുതിയ പ്രതിഷ്ഠയോടെ ആരൊക്കെ പ്രാർത്ഥിക്കുന്നുവോ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ആരാധന ഹൃദയത്തിന്റെ അകത്തുനിന്ന് ഉയരട്ടെ. ഓർഗണിന്റെ ശബ്ദത്തിലല്ല, പാട്ടിന്റെ സ്വരത്തിലല്ല, എന്റെ ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്ന് ആരാധന ഉയരട്ടെ. ഒരാഴ്ച വിട്ട് ജീവനോടെ ശേഷിപ്പിച്ച ആ ദൈവത്തിന് നന്ദി പറയുവാൻ, അതിനെ തുറന്ന് ആർക്കൊക്കെ ദൈവത്തിന് നന്ദി പറയാൻ കഴിയും അവർക്കൊക്കെ ദൈവത്തെ സ്തുതിച്ചു തുടങ്ങാം. പരിശുദ്ധനായ ദൈവത്തിന്റെ കരം ഈ പകൽക്കാലം ചില തൊടുകയാ. നിന്റെ വേദനിക്കുന്ന ഹൃദയത്തെ ആശ്വസിപ്പിക്കുവാൻ, നിന്റെ കണ്ണുനീർ ആരും കണ്ടില്ല എന്ന എന്റെ വേദന ആരറിയുമെന്ന് ഇന്ന് പകൽക്കാലം നീ പറഞ്ഞില്ലേ? ഇല്ല, നിന്റെ കണ്ണുനീരൊപ്പുവാൻ കർത്താവിന്റെ കരം ആലയത്തിനകത്ത് വെളിപ്പെട്ട് നിൽക്കയാ.
ജീവിതത്തിന്റെ ഒരു വലിയ പരിവർത്തനം ഇന്ന് പകൽക്കാലം ദൈവസഭയ്ക്കകത്ത് വെളിപ്പെട്ട് നിൽക്കുക. ആത്മാവിന്റെ വലിയ സാന്നിധ്യം ഒരു ശക്തിയോടെ വ്യാപരിക്കുക. ചില കർത്താവ് തൊട്ടുകൊണ്ടിരിക്കുക. ആത്മാവിനെ തൊടുകയ ദൈവത്തിന്റെ ആത്മാവിന്റെ സ്പർശനത്തിനായി ഏൽപ്പിച്ചു കൊടുത്തു. സ്വർഗത്തിലെ കരങ്ങളെ തട്ടി അല്പസമയം അന്യഭാഷകൾ ദൈവത്തിന് വന്നു പറയാം.
ഒരിക്കൽ ആത്മാവിൽ ആരാധിച്ചിട്ട് ആരാധിപ്പാൻ കഴിയാതെയായിരിക്കുന്ന ചിലരുടെ അകത്ത് ചില ചൂട് പിടിക്കയാ, ചില ഹൃദയത്തിന് ചൂട് പിടിക്കയാ, ചില ഹൃദയത്തിന് ചൂട് പിടിക്കയാ. ദൈവത്തിന്റെ ആത്മാവ് ചില തൊടുകയാ, ദൈവത്തിന്റെ ആത്മാവ് ചില തൊടുകയാ. പുതിയ അന്യഭാഷയെ പ്രാർത്ഥിപ്പാൻ, പുതിയ ആത്മശക്തിയെ പ്രാപിപ്പാൻ അഭിഷേകം നിങ്ങൾക്ക് പകർത്തുന്നുവെന്ന് ദൈവത്തിന്റെ വചനം പറയുന്നു. പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയോ, പരിശുദ്ധാത്മാവിന്റെ അത്യന്ത ശക്തിയോ ഇന്ന് പകൽ ദൈവം ജീവനെ പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗസ്ഥപിതാവേ, ഈ നല്ല വിശുദ്ധ ദിവസത്തിന്റെ പകൽക്കാലത്തിനായി സ്തോത്രം. അനേക ഹൃദയങ്ങളെ ഈ പകൽക്കാലം തൊട്ടുണർത്തി ദൈവം വചനത്തിലൂടെ ഇടപെട്ടല്ലോ. ഞാൻ ഇങ്ങനെ ഇരുന്നാൽ പോരാ, എനിക്കകത്തെ മനുഷ്യ ശക്തി പ്രാപിക്കണം. ഒരു പുനരുത്ഥാനത്തിന്റെ ശക്തിയാൽ നിറയണം. പരിശുദ്ധാത്മാവിന്റെ നവീകരണം എനിക്ക് ആവശ്യമാണ് എന്ന ബോധം ചില ഹൃദയങ്ങൾ നൽകിയല്ലോ. ഈ പകൽക്കാലം ഹൃദയം കൊണ്ട് ആഗ്രഹിച്ച സകല മേലും അവിടുത്തെ ശക്തിയെ പകർന്നതിനായി സ്തോത്രം. ഈ ബലത്തോടെ ഞങ്ങളെ പറഞ്ഞയക്കണമേ. ഞങ്ങളെ കാണുന്നവർ ക്രിസ്തുവിന്റെ സ്നേഹം തിരിച്ചറിയട്ടെ. അവിടുത്തെ കൃപ പകരണമേ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളോട് കൂടെ പോരണമേ. പ്രിയപ്പെട്ടവരുടെ മടക്കയാത്രയിൽ കൂടിയിരിക്കണം. സന്തോഷത്തോടെ സ്വഭവനങ്ങളിൽ ചെന്ന് നിർഭയം വസിച്ച് പിന്നെ ഒരുമിച്ച് കർത്താവിനെ ആരാധിക്കുന്നത് വരെ ദൈവ തേജസ്സിന്റെ ചിറകിൻ കീഴിൽ എല്ലാവരെയും മറയ്ക്കണമേ. അവിടുത്തെ ബലവും ശക്തിയും ഞങ്ങളുടെ മേൽ പകരണമേ. കർത്താവ് ശിശുവിടെ നേർന്ന് ഇവിടുത്തെ എല്ലാവരെയും ദൈവം ബലപ്പെടുത്തിയല്ലോ. തുടർന്നുള്ള ശുശ്രൂഷകളിൽ ദൈവകൃപ കൂടിയിരിക്കണം. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥനകൾ കേൾക്കുന്ന പരിശുദ്ധ പിതാവേ, ആമേൻ. ആശീർവാദം നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ മനോഹരമായ സംസർഗവും കൂട്ടായ്മയും കാവലും നടത്തിപ്പും നാം ഏവരോടും നമ്മെ കേൾപ്പിച്ച വചനങ്ങളോടും ഭൂലോകത്തിലെ സകല വിശുദ്ധന്മാരോടും കർത്താവിന്റെ വരവുണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. ജയം. ദൈവത്തെ സ്തുതിക്കാം.